അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സർവ്വകൃപാലുവായ ദൈവം ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മഹാദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ അനുഗ്രഹീതമായ വർഷിപ്പും ഈ ശുശ്രൂഷയും പ്രിസൈഡ് ചെയ്യുന്ന കർത്താവിൽ അനുഗ്രഹീതനായ അഭിഷിക്തൻ പാസ്റ്റർ ഷാജു ഷാമുവേൽ അവർ തന്റെ ഫാമിലി, ഒപ്പം ബദേൽ ഇന്റർനാഷണൽ പെന്റക്കോസ്റ്റൽ ചർച്ചിലെ എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹം നിറഞ്ഞ വന്ദനങ്ങൾ ഈ പ്രാരംഭ നിമിഷത്തിൽ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കഴിഞ്ഞ 8 ക്ലാസ്സുകളായി ദൈവവചനവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ശ്രേഷ്ഠങ്ങളിൽ ഒന്നായ ടാബർനാക്കിൾ അഥവാ സമാഗമന കൂടാരം എന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ഇതിനോടകം ചില കാര്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയുള്ള എൻ്റെ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കുകയും സഹകരിക്കുകയും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉള്ളം കൊണ്ട് ഏറ്റെടുക്കുകയും ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രി നടക്കുന്ന തുടർന്നുള്ള ദൈവവചന പഠനത്തിലും നിങ്ങളുടെ ഏവരുടെയും വിലപ്പെട്ട ശ്രദ്ധ എൻ്റെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ വിനീതമായി ക്ഷണിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പഴയ നിയമത്തിലെ ഏറ്റവും മഹനീയമായി പരിലസിക്കുന്ന ഒരു മനോഹര വിഷയമാണ് സ്വർഗത്തിലെ മഹാദൈവം മോശ മുഖാന്തരം അരുളി ചെയ്ത് നിർമ്മിക്കപ്പെട്ട ആലയം, സമാഗമന കൂടാരം. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ മുഴുവൻ കാര്യങ്ങളും സൃഷ്ടിക്കേണ്ടതിന്, അല്ലെങ്കിൽ ദൃശ്യമായതും അദൃശ്യമായതും സർവ്വതും സൃഷ്ടിക്കേണ്ടതിന്, ലോകത്തുനിന്ന് കാണുന്നത് കാണപ്പെടാത്തതുമായ സർവ്വത്തെയും സൃഷ്ടിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ച വിവരണം 2 അധ്യായങ്ങളിൽ മാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുമ്പോൾ ഈ അനുഗ്രഹീതമായ സമാഗമന കൂടാരം എന്ന വിഷയം നീണ്ട 13 അധ്യായങ്ങളിലായി നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുമാത്രം പ്രാധാന്യം ഈ വിഷയത്തിനുണ്ട് എന്നുള്ള കാര്യം. ഇത്രയും മഹനീയമായ വിഷയത്തെക്കുറിച്ച് ആഴമായി ചിന്തിപ്പാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിലും പരിമിതമായ സമയത്ത് ദൈവം നൽകിയ കൃപയ്ക്ക് ഒത്തവണ്ണം അതിൻ്റെ ആത്മീക മാർമിക സത്യങ്ങൾ തിരിച്ചറിയുവാൻ ദൈവം നമ്മെ ഇതിനോടകം പ്രാപ്തരാക്കിയതിൽ ഒരിക്കൽ കൂടെ മഹത്വവും മഹാദൈവത്തിന് അർപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സമാഗമന കൂടാരത്തെക്കുറിച്ചും അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങളെ കുറിച്ചുമായിരുന്നു. കൃപയാൽ പ്രധാനപ്പെട്ട 5 ഉപകരണങ്ങൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചു. യാഗപീഠം, താമ്രത്തൊട്ടി, കാഴ്ചയപ്പത്തിന്റെ മേശ, നിലവിളക്ക്, ധൂപപീഠം. ഇത്രയും കാര്യങ്ങൾ ഉപകരണങ്ങൾ എന്ന രീതിയിൽ പഠിക്കുവാനും ആലയത്തെക്കുറിച്ചും ആലയത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും പഠിക്കുവാനൊക്കെ ദൈവം നമുക്ക് അവസരമൊരുക്കി. ഇന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഇതുവരെ പ്രവേശിക്കാത്ത ഒരു സ്ഥലത്താണ്. ഇന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്ന സ്ഥലത്തിന്റെ പേര് പരിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലം എന്നാണ്. സമാഗമന കൂടാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമതായിട്ട് അതിന്റെ പ്രാഹാരം, അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുറ്റം. പ്രാഹാരം കഴിഞ്ഞ ആലയത്തിനകത്തോട് കയറുമ്പോൾ വിശുദ്ധ സ്ഥലം. അതിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കണം, ആലയം വിശുദ്ധം. ആലയം അന്നും വിശുദ്ധം, ഇന്നും വിശുദ്ധം, എന്നും വിശുദ്ധം. ഒരു വാക്കിടയ്ക്ക് കയറി പറയട്ടെ, പഴയ നിയമത്തിൽ ആലയങ്ങളായിട്ട് നമ്മൾ പലത് കാണുന്നുണ്ട്. സമാഗമന കൂടാരം, ശീലോവിലെ ദേവാലയം, അതും സമാഗമന കൂടാരം കൊണ്ട് ഉറപ്പിച്ച സ്ഥലമാണ്. ശലോമോന്റെ ദേവാലയം, ഇങ്ങനെ തുടങ്ങി നിരവധി ആലയങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തുള്ള ഹേരോദാമിന്റെ ദേവാലയം ഉൾപ്പെടെ പല ദേവാലയങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ ആലയമായതുകൊണ്ട് തീർത്തും വിശുദ്ധമായിരിക്കണം എന്നുള്ളത് കർശനമായ നിബന്ധനയാണ്. സ്വർഗത്തിലെ ദൈവം നിർബന്ധമായും അരുളി ചെയ്തതാണ്. അതാരെങ്കിലും ലംഘിച്ചാൽ ആ ലംഘനത്തിനൊത്തവണ്ണമുള്ള കനത്ത ശിക്ഷ ദൈവം നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ യെരൂശലേം ദേവാലയമല്ല, അല്ലെങ്കിൽ സമാഗമന കൂടാരം എന്നറിയപ്പെട്ട മരുഭൂമിയിൽ ദൈവം കൊടുത്ത ആലയമല്ല,
ശലോമോന്റെ ദേവാലയവുമല്ല, ഇതൊന്നുമല്ല ഇന്നത്തെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ദേവാലയം. ഇന്നത്തെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ദേവാലയം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം തൻ്റെ ഓമനകുമാരൻ മുഖാന്തരം ഉലകത്തിൽ സ്ഥാപിക്കപ്പെട്ട പുതിയ നിയമസഭ എന്നറിയപ്പെടുന്ന ദേവാലയം. അതിനെക്കുറിച്ച് യേശു തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ കൃപായുഗത്ത്, ഈ സുപ്രസാദ കാലത്ത് സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവാലയം എന്ന് പറയുന്നത് തൻ്റെ ശരീരമാകുന്ന, അല്ലെങ്കിൽ പുതിയ നിയമസഭ എന്നറിയപ്പെടുന്ന വിശുദ്ധന്മാരാണ് ഇന്നത്തെ ദേവാലയം. പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, കൊരിന്ത്യ ലേഖനത്തിലാണ് 3:16 6:19 പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നാണ്. അപ്പോൾ ഈ കാലഘട്ടം നമ്മളെല്ലാം കൊണ്ടും അനുഗ്രഹീതരാണ്, അങ്ങേയറ്റം. എന്താ അതിന്റെ റീസൺ? സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കിക്കൊണ്ട് പറയുന്നു പൗലോസിലൂടെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് പുതിയ നിയമസഭ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ സമാപനത്തിൽ വരുമ്പോൾ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നറിയപ്പെടുന്ന പുതിയ നിയമസഭ, ആ സഭയെക്കുറിച്ച് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. 6-ാം അധ്യായം 19-ാം വാക്യത്തിലും നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ മന്ദിരത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ആലയം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്, അല്ലെങ്കിൽ ഞാനും നിങ്ങളുമാണ് മഹാദൈവത്തിന്റെ മന്ദിരം എന്നറിയപ്പെടുന്നത്. ഈ മന്ദിരത്തില് സ്വർഗത്തിലെ ദൈവം കൃപയാൽ വാസം ചെയ്യുന്നത്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ കേട്ടല്ലോ, വിളക്കിനെ കുറിച്ച് പഠിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രഖ്യാപനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ആ പ്രഖ്യാപനത്തിൽ ഇങ്ങനെയാണ്: ഞാൻ മുന്തിരിവള്ളി, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. എന്നിട്ട് പറയുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും നീക്കിക്കളയുന്നു. അപ്പോൾ കർത്താവ് മുന്തിരിവള്ളിയും തൻ്റെ മക്കളാകുന്ന പുതിയ നിയമസഭയിലെ വിശുദ്ധന്മാർ അല്ലെങ്കിൽ ദൈവകുഞ്ഞുങ്ങൾ അതിലെ കൊമ്പുകളുമാകുന്നു. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായിട്ട് കായ്പാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കണം, സാക്ഷാൽ നമ്മുടെ പ്രാണപ്രിയൻ, നമ്മുടെ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ഉയരത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ജീവിച്ചിരുന്ന് പക്ഷപാതം ചെയ്യുമ്പോൾ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, രാവും പകലും വ്യത്യാസം കൂടാതെ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, കൊമ്പുകളായ നാം സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിൽ വാസം ചെയ്യണം. അങ്ങനെ വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണത്താലും പാപം ചെയ്യുവാൻ, വിശുദ്ധി വിട്ട് മാറിപ്പോകുവാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയുക. ഇനി നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മുഖവരയായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് നമ്മൾ കയറിപ്പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്ന വളരെ മനോഹരമായ ഒരു ഉപകരണമാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്ന സാക്ഷ്യപ്പെട്ടകം അല്ലെങ്കിൽ നിയമപ്പെട്ടകം. അതിനാധാരമായിട്ട് ഒരു വേദവാക്യം വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും ആധാരം തിരുവെഴുത്താണല്ലോ. ദയവായി കഴിഞ്ഞ നാളുകളിൽ വായിച്ച് സഹായിച്ച പ്രിയ സിസ്റ്റർ ദയവായിട്ടൊന്ന് വായിക്കണം. പുറപ്പാട് പുസ്തകം 25-ന്റെ 10, 11, 12 വേദവാക്യങ്ങൾ ദയവായി ശ്രദ്ധിച്ചാലും. പുറപ്പാട് 25-ന്റെ 10, 11, 12 വേദവാക്യങ്ങൾ. ഞാൻ പറയുന്നത് കേൾക്കാമോ? വായിക്കാൻ പറ്റുമോ? കതിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അകത്തും പുറത്തും പൊതിയണം. അതിന്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള ഒരു വക്കും ഉണ്ടാക്കണം. നമ്മൾ വായിച്ചു കേൾക്കപ്പെട്ട വേദവാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന
ആ പ്രധാനപ്പെട്ട വസ്തുവിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ വായിച്ച് കേൾക്കപ്പെട്ട വേദവാക്യത്തിൽ കൊടുത്തിരിക്കുന്ന പേര് നിങ്ങൾ ശ്രദ്ധിക്കണം. ഖദിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണമെന്നാണ്. ഒരു പെട്ടകം, ആർക്ക് ഓഫ് ഷിത്തീമുട്ട് എന്നാണ്. ഖദിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിന്റെ നീളവും വീതിയും ഉയരവും കൊടുത്തിരിക്കുന്നു. അതായത് അതിന്റെ നീളം 2.5 മുഴം, അതിന്റെ വീതി 1.5 മുഴം, അതിന്റെ ഉയരം 1.5 മുഴം. ഈ കണക്കിൽ ഖദിരമരം കൊണ്ട് ഒരു മനോഹരമായ പെട്ടകം ഉണ്ടാക്കിയിട്ട് അതിനെ പൊന്നുകൊണ്ട് പൊതിയണം. പൊന്നുകൊണ്ട് പൊതിയുമ്പോൾ പിന്നെ ഈ പെട്ടകം എന്താണ് അകത്തിരിക്കുന്ന വസ്തു എന്ന് ആർക്കും കാണാൻ പറ്റത്തില്ല. ഈ പെട്ടകത്തെക്കുറിച്ച് ആമുഖമായി നമ്മൾ അറിയേണ്ടത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലായി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് സാദൃശ്യമായിട്ട് കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ ഉപകരണമാണ് ഈ പെട്ടകം എന്നറിയപ്പെടുന്ന സാക്ഷാൽ നിയമത്തിന്റെ പെട്ടകം. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ പെട്ടകത്തെ ഖദിരമരം കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചു, സമാഗമന കൂടാരത്തിന്റെ ഏത് ഉപകരണങ്ങൾ, യാഗപീഠമാകട്ടെ, മേശയാകട്ടെ, ധൂപപീഠമാകട്ടെ, സാക്ഷ്യപ്പെട്ടകമാകട്ടെ, പലകകളാകട്ടെ, തൂണുകളാകട്ടെ, കുറ്റിക്കാലാകട്ടെ, എന്തിനേറെ ഇതിനകത്തുള്ള എല്ലാ പണികൾക്കും ഉപയോഗിക്കപ്പെട്ടത് ഒരേ ഒരൊറ്റ വൃക്ഷമാണ്. ഒന്നിലധികം വൃക്ഷമല്ല. ഒറ്റ വൃക്ഷം എന്ന് പറയുന്നത് ഒരെണ്ണത്തെ കുറിച്ചല്ല ഞാൻ പ്രതിപാദിക്കുന്ന, ഒരൊറ്റ ഇനത്തിൽപ്പെട്ട ഖദിരമരം എന്ന ആ ഒരൊറ്റ വൃക്ഷം മാത്രമാണ് സമാഗമന കൂടാരം എന്ന ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടി ഉപയോഗിച്ചത്. എന്നാൽ അതിനെ തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ലോക പ്രശസ്തനായ കഥാപാത്രം സോളമൻ ദ ഗ്രേറ്റ്, മഹാനായ ശലോമോൻ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിതു. ആ ആലയ പണിക്ക് വേണ്ടി ഉപയോഗിച്ച വസ്തുക്കൾ നിരവധിയാണ്. സ്വർണവും വെള്ളിയും രത്നങ്ങളും ആനക്കൊമ്പും എന്ന് വേണ്ട നിരവധി ഉപകരണങ്ങൾ, വസ്തുക്കൾ. അതുകൂടാതെ മരങ്ങളായിട്ട് ഉപയോഗിച്ചത് ലോകത്തിൽ അറിയപ്പെട്ട മരങ്ങളാണ്. ചന്ദന മരം കണ്ടോ, ദേവദാരു, ഒലിവ് വൃക്ഷം, ഇങ്ങനെയുള്ള മനോഹരമായ വളരെ വിലപിടിപ്പുള്ള വൃക്ഷങ്ങളാണ് അദ്ദേഹം ആലയ പണിക്ക് വേണ്ടി ഉപയോഗിച്ചത്. എന്നാൽ സമാഗമന കൂടാരം എന്ന ചരിത്രത്തിലെ മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ദേവാലയം എന്നറിയപ്പെടുന്ന ഈ ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടി ഉപയോഗിച്ചത് ഒരൊറ്റ ഇനത്തിൽപ്പെട്ട മരം അഥവാ ഖദിരമരം. അതിന്റെ സവിശേഷതകൾ നേരത്തെ ചിന്തിച്ചതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ പെട്ടകം ഉണ്ടാക്കുവാൻ, അതായത് നിയമപ്പെട്ടകം ഉണ്ടാക്കുവാൻ സ്വർഗത്തിലെ ദൈവം അരുളപ്പാട് കൊടുത്തപ്പോൾ മോശ അത് നിർമ്മിക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ ദൈവം അതിന്റെ അളവ് കൊടുത്തു. 2.5 മുഴം നീളമാണ്, 1.5 മുഴം വീതിയാണ്, 1.5 മുഴം ഉയരമാണ്. ഈ കണക്കിൻ പ്രകാരം ഖദിരമരം കൊണ്ട് അല്ലെങ്കിൽ ഷിത്തീമുട്ട് ഖദിരമരം കൊണ്ട് നിർമ്മിച്ച് പൊന്നുകൊണ്ട് അത് പൊതിയണം. അത് അതുപോലെ അദ്ദേഹം ചെയ്തു. ചെയ്തതിന് ശേഷം സ്വർഗത്തിൽ ദൈവം കൊടുത്ത മറ്റൊരു പ്രമാണം എന്ന് പറയുന്നത്, ഇത് ചെയ്തതിന് ശേഷം അടുത്ത് തനി തങ്കം കൊണ്ട് ഒരു കൃപാസനം ഉണ്ടാക്കണം. കൃപാസനം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്തുള്ള പുറം മൂടിയാണ്. തനി തങ്കം കൊണ്ട് നിർമ്മിതമായ ഒരു തങ്ക പലക എന്ന് പറയാം, തനി തങ്കം. അപ്പോൾ പെട്ടകം ഉണ്ടാക്കിയത് മരവും പൊന്നുമാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെ ഈ പെട്ടകത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. മരം യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും പൊന്ന് അല്ലെങ്കിൽ തങ്കം ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും കാണിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരുപോലെ തിളങ്ങി വിളങ്ങി നിൽക്കുന്നതാണ് മനുഷ്യത്വവും ദൈവത്വവും. ഏതായാലും ഇന്ന് രാത്രിയിൽ മനുഷ്യത്വവും ദൈവത്വവും വിശദീകരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല. അതുകൊണ്ട് മുന്നോട്ട് നമുക്ക് സഞ്ചരിക്കാം. ശ്രദ്ധിക്കണം, ഈ കർത്താവായ യേശു ക്രിസ്തുവിന് സാദൃശ്യമായിരിക്കുന്ന പെട്ടകം പറഞ്ഞ കണക്കിൻ പ്രകാരം ഉണ്ടാക്കി. എന്നിട്ട് കൃപാസനത്തിന് അളവ് കൊടുത്തു. 2.5 മുഴം നീളവും 1.5 മുഴം വീതിയിലും കൃപാസനം അഥവാ തനി തങ്കം കൊണ്ട് നിർമ്മിതമായ ഒരു തങ്കപ്പാളി. അതിന്റെ രണ്ടറ്റത്തും തനി തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ട, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അടിപ്പ് പണി എന്നാണ്. അടിപ്പ് പണി, അടിച്ച് പണിതത്. നമ്മൾ നേരത്തെ വിളക്കിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചതാണ്, ഒരു താലന്ത് പൊന്നുകൊണ്ട് അല്ലെങ്കിൽ തങ്കം കൊണ്ട് അതിനെ അടിപ്പ് പണിയായിട്ട് നിർമ്മിക്കണമെന്നാണ്. അതുപോലെയാണ്
ഇവിടെ കൃപാസനത്തിൽ കാണുന്ന ആ കൃപാസനം, അതായത് രണ്ടറ്റത്തും ഇരിക്കുന്ന മനോഹരമായ രണ്ട് കെറൂബുകൾ, തങ്കത്തിൽ നിർമ്മിതമായത്. അടുപ്പ് പണിയാണ്. വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് ഒട്ടിച്ച് വെൽഡ് ചെയ്യാനല്ല പറഞ്ഞത്, അതിനെ തീയിലിട്ട് പഴിപ്പിച്ച് അതിനെ അടിച്ച് രൂപം വരുത്തി പണിയണം. അതിന്റെ പ്രത്യേകത ഒരു കാരണത്താലും അത് ഇളകി പോകത്തില്ല. ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചു, ഈ പ്രസ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യനുണ്ടാക്കിയ സംഘടനയല്ല, സ്വർഗത്തിലെ മഹാദൈവം സ്ഥാപിച്ച ദൈവത്തിന്റെ സഭ എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനം, ഈ പ്രസ്ഥാനം ഇന്നും തകരാതെ തളരാതെ നശിക്കാതെ ഭൂമുഖത്ത് തല ഉയർത്തി നിൽക്കുവാൻ കാരണം ഇത് സ്വർഗത്തിലെ ദൈവമാണ് സ്ഥാപിച്ചത്. രണ്ട്, ഇത് അങ്ങന്നും ഇങ്ങന്നും വെട്ടിയെടുത്ത് ഒട്ടിച്ച് വെൽഡ് ചെയ്ത് വെച്ച ഒരു സ്ഥാപനമല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു കാൽവരി എന്നറിയപ്പെടുന്ന മലമുകളിൽ സ്ഥാപിതമായ ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നപ്പോൾ ഒഴുക്കപ്പെട്ട തന്റെ പുണ്യാക രക്തം കൊണ്ട് വിലക്കി വാങ്ങിയ ഒരു പ്രസ്ഥാനമാണ് പുതിയ നിയമസഭ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയാമോ? ഈ സഭയെ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു കാരണത്താലും ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, സഭ ദൈവത്തിൻ്റെതാണ്. സ്വർഗത്തിലെ ദൈവം ഇതിനെ സ്ഥാപിച്ചിരിക്കുന്ന വിധം അത്ര ശ്രേഷ്ഠകരമേറിയതാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈ കൃപാസനം രണ്ടറ്റത്തും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കെറൂബുകൾ ചിറകുകൾ വിടർത്തുന്ന നിലയിലാണ്. ആ കൃപാസനത്തുനിന്ന് മൂടുന്ന വിധത്തിൽ രണ്ടറ്റത്തും ഇരിക്കുന്ന കെരൂബുകൾ ചിറകുകൾ വിടർത്തി മൂടുന്ന രീതിയിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. ആ കൃപാസനത്തിന്റെ നടുവിൽ ഒരു പ്രത്യേക എംപ്റ്റി ആയ സ്ഥലം, ശൂന്യമായ സ്ഥലം, രണ്ടറ്റത്തും കെറൂബുകളാണ്. ആ മധ്യത്തിലുള്ള സ്ഥലത്തിലാണ്, ആ മധ്യഭാഗത്താണ് സ്വർഗത്തിലെ മഹാദൈവം എഴുന്നള്ളുന്നത്. സ്വർഗത്തിലെ ദൈവം എഴുന്നള്ളുന്നത് കൊണ്ട് ആ മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം അതിവിശുദ്ധ സ്ഥലം തുടങ്ങി വിശുദ്ധ സ്ഥലത്തേക്കും പ്രാകാരത്തിലേക്കും, എന്തിനേറെ ആ മഹാദൈവത്തിന്റെ സാന്നിധ്യം പുറത്തുള്ള 4 ദിക്കിലും, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, അതായത് തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് 4 ദിക്കിലും പാർക്കുന്ന 12 ഗോത്രങ്ങളിലും പെട്ട സകല കുടുംബക്കാർക്കും വ്യക്തികൾക്കും അത് അനുഭവിക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം എഴുന്നള്ളണമെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒന്ന്, എഴുന്നള്ളുന്ന സ്ഥലം വിശുദ്ധമായിരിക്കണം. സ്വർഗത്തിലെ ദൈവം അന്ന് ഇന്നും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് വിശുദ്ധിയാണ്. തിരുവെഴുത്ത് എത്രയധികം വ്യക്തമായി അത് നമുക്ക് തെളിവ് നൽകുന്നുണ്ട്. ദൈവം തന്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും വിശുദ്ധരായിരിക്കണം, സെപ്പറേറ്റഡ് ആയിരിക്കണം, മറ്റാരോടും കൂടെ മിങ്കിളാകാൻ പാടില്ല. സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ബിലയാം എന്നറിയപ്പെടുന്ന കഥാപാത്രത്തെ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ വേണ്ടിയാണ് കൂലി കൊടുത്ത് വരുത്തിയത്. പക്ഷെങ്കിൽ ശാപത്തിന് വേണ്ടി വായ തുറന്നപ്പോൾ ആ മനുഷ്യന്റെ, ബിലയാമിന്റെ നാവിനെ സ്വർഗത്തിലെ ദൈവം സന്ദർശിച്ചു, നിയന്ത്രിച്ചു. നാവിലൂടെ ശാപത്തിന്റെ വാക്കുകൾക്ക് പകരം യാഥാർത്ഥികമായ വസ്തുതയാണ് വെളിപ്പെട്ടത്, സത്യാവസ്ഥയാണ് വെളിപ്പെട്ടത്. ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ഇതാ, തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. കണ്ട, എത്ര ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് പ്രവാചകനായ ബിലയാം പറഞ്ഞ വാക്കാണ്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ, ഈ മരുഭൂമി യാത്രയിൽ, ഈ ഉലകത്തിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്, സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ 70, ഏറെയായാൽ 80. അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യുമെന്നാണ്. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം, ഒരു ചുരുങ്ങിയ കാലഘട്ടമാണ് കർത്താവ് നമുക്ക് ഈ ഭൂമി തന്നിരിക്കുന്നത്. ഈ ചുരുങ്ങിയ കാലഘട്ടം നമ്മൾ തീർത്തും തനിച്ച് പാർക്കേണ്ടവരാണ്. ഓൾറൈറ്റ്, അതെപ്പോഴും നമ്മൾ ഓർക്കണം. ജോലി സ്ഥലത്താകട്ടെ, ബിസിനസ് മേഖലകളാകട്ടെ, യാത്രാ വേളയിലാകട്ടെ, പഠന മേഖലകളിലെ പഠനവുമായി ബന്ധപ്പെട്ടാകട്ടെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കർത്തവ്യങ്ങളും നിറവേറ്റേണ്ട സമയങ്ങളും സ്ഥലങ്ങളും എവിടെയുമാകട്ടെ, നമ്മൾ ഓർക്കേണ്ടത് തനിച്ച് പാർക്കുവാൻ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരൊറ്റ കൂട്ടരെ ഭൂമിയിലുള്ളൂ. ആ കൂട്ടരുടെ പേരാണ് ദൈവമക്കൾ അഥവാ പുതിയ നിയമസഭ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത,
വിശുദ്ധനായ ദൈവം ഏതു സമയത്തും എഴുന്നള്ളുന്നത് വിശുദ്ധിയുള്ള ഇടത്താണ്. കേട്ടോ, സ്വർഗത്തിലെ ദൈവം നേരിട്ട് എഴുന്നള്ളി പ്രത്യക്ഷനാകുന്നത് പ്രാകാരത്തിലല്ല, വിശുദ്ധ സ്ഥലത്തുമല്ല, മറിച്ച് അതിവിശുദ്ധ സ്ഥലത്താണ്. അത്രമാത്രം പരിശുദ്ധനാണ് നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ്. അതാണ് സ്വർഗത്തിലെ ദൈവം തിരുവെഴുത്തിൽ കൂടെ മോശയ്ക്ക് പ്രമാണം കൊടുത്തപ്പോഴും അത് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താ കാണുന്നേ? അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ബി ഹോളി ദാറ്റ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നാണ് സ്വർഗത്തിലെ ദൈവം കൊടുത്ത കൽപ്പന. അപ്പൊ നമ്മുടെ ദൈവം വിശുദ്ധനാണ്, അതുപോലെ നമ്മളും വിശുദ്ധരായി തന്നെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഈ വിശുദ്ധനായ ദൈവം എഴുന്നള്ളി വസിക്കുന്ന അതിമഹനീയമായ സ്ഥലം ആണ് വാസ്തവത്തിൽ അതിവിശുദ്ധ സ്ഥലത്തുള്ള ആ കൃപാസനത്തിന്റെ മുകളിൽ ഇരുകെരൂബുകളുടെയും നടുവിൽ. അതാണ് സങ്കീർത്തനത്തിലും കൊടുത്തിരിക്കുന്നത്, കെറൂബുകളുടെ നടുവിൽ അധിവസിക്കുന്നവനായുള്ളോവേ. ഈ കെറൂബ് എന്ന് പറയുന്നത് സ്വർഗീയ ദൂതഗണത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ്. കെറൂബുകൾ, സാറാഫുകൾ, ജീവികൾ, മാലാഖമാർ അഥവാ ദൂതന്മാർ, ഇങ്ങനെ വ്യത്യസ്ത റാങ്കുകളുണ്ട്. അതൊക്കെ നമുക്ക് ദൂതശാസ്ത്രം അല്ലെങ്കിൽ ഏഞ്ചലോളജി എന്ന വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കുമ്പോൾ ആഴമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് തുടരാം, ശ്രദ്ധിക്കണം. അപ്പോൾ ഈ അനുഗ്രഹീതമായ ഉപകരണം, അതായത് സാക്ഷ്യപ്പെട്ടകം അല്ലെങ്കിൽ നിയമപ്പെട്ടകം, ഇത് അതിവിശുദ്ധ സ്ഥലത്തെ ഏക ഉപകരണമാണ്. അതിവിശുദ്ധ സ്ഥലത്തുള്ള ഏക ഉപകരണം. രണ്ട് പേരുകളാൽ അറിയപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ രണ്ട് ഉപകരണങ്ങൾ ഒരുമിച്ച് ചേർത്താണ് വെച്ചിരിക്കുന്നത്, സാക്ഷ്യപ്പെട്ടകവും കൃപാസനവും. കൃപാസനം എന്ന് പറയുന്നത് തനിത്തങ്കം, തനിത്തങ്കം. സാക്ഷ്യപ്പെട്ടകം എന്ന് പറയുന്നത് കതിരമരവും തങ്കവും അല്ലെങ്കിൽ പൊന്നും. മനസ്സിലാകുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒറ്റ ഉപകരണമായിട്ടാണ് കാണാൻ കഴിയുന്നത്. പേര് രണ്ടാണ്, രണ്ട് വസ്തുക്കളാണെങ്കിലും ഒരുമിച്ച് ചേർത്താണ് ഇത് പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അതിവിശുദ്ധ സ്ഥലത്തെ ഏക ഉപകരണം, അതിവിശുദ്ധ സ്ഥലത്തെ ഏക ഉപകരണമാണ്. ഓൾ റൈറ്റ്, നമ്മുടെ മഹാദൈവത്തിന്റെ, പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യം എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രാണപ്രിയനായ കർത്താവായ യേശുക്രിസ്തുവാണ്. സ്വർഗത്തിലെ മുഖ്യ വിഷയം യേശുക്രിസ്തുവാണ്. യോഹന്നാൻ വെളിപ്പാടിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, അതായത് സ്വർഗീയ കാഴ്ച കാണുകയാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ സകലരുടെയും ശ്രദ്ധാകേന്ദ്രമായിരുന്നത് കുഞ്ഞാടായിരുന്നു എന്ന് കാണുന്നു. കണ്ടോ, സകല വ്യക്തികളുടെയും ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാകുന്ന സാക്ഷാൽ ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ സിംഹാസനത്തിൽ ദൈവമായും മണവാട്ടിക്ക് കാന്തനായും ജാതികൾക്ക് ന്യായാധിപതിയായും ഭൂമിയിലെ സകല ദുഷ്ടന്മാർക്കും വിധി കർത്താവായും എന്തിനേറെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ പരിലസിക്കുകയാണ്. ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് വാസ്തവത്തിൽ സാക്ഷാൽ ജീവവൃക്ഷം, ജീവജലം. അവനാണ് സാക്ഷാൽ മന്ദിരം, അവിടെ നിന്നാണ് സാക്ഷാൽ വിളക്ക്. അവിടത്തെ കുറിച്ച് വെളിപ്പാടുകാരൻ പറയുന്നു, അൽഫയും ഒമേഗയുമായവൻ, ഒന്നാമത്തവനും ഒടുക്കത്തവനുമായവൻ, ആദ്യനും അന്ത്യനുമായവൻ. അവൻ സ്വർഗീയ സേനയുടെ തലവനായിട്ട് ആ മഹാദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു സ്വർഗത്തിൽ പരിലസിക്കുകയാണ്. അവിടുന്ന് എത്രയും വേഗത്ത് തന്റെ കാന്തയെ ചേർക്കുവാൻ വേണ്ടി വരുന്നു. അതായത് കുഞ്ഞാടിന്റെ കല്യാണം എത്രയും വേഗത്ത് സംഭവിക്കുവാൻ പോകുന്നു. നമ്മൾ ഇത്തരത്തിൽപ്പെട്ട ക്ലാസ്സുകളും കാത്തിരിപ്പ് യോഗങ്ങളും ഉപവാസ യോഗങ്ങളും ക്യാമ്പുകളും ഒക്കെ ക്രമീകരിക്കുന്നതിന്റെ പിന്നിലെ ഒരു രഹസ്യം അറിയാമോ? നമ്മുടെ പ്രാണപ്രിയനാകുന്ന കാന്തന്റെ വരവടുത്തിരിക്കുന്നു. വരവടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സിലാക്കണം. സഭയെ വേളി കഴിപ്പാൻ അല്ലെങ്കിൽ മണവാട്ടിയെ ചേർക്കുവാൻ സ്വർഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹ മഹോത്സവം നടക്കാൻ പോകുന്നു. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇന്ന് ഭൂമിയിലെമ്പാടും വിശുദ്ധന്മാരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആത്മീക സംഗമങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വാസ്തവത്തിൽ എത്രയും വേഗത്ത് അവിടുന്ന് ആകാശമേഘങ്ങളെ വാഹനമാക്കി നമുക്ക് വേണ്ടി ആകാശത്തിൽ പ്രത്യക്ഷനാകും. അവനാണ് സ്വർഗീയ സേനയുടെ തലവനും തീർത്തും ആരാധന വിഷയവും സകല മുദ്രകളെ പൊട്ടിക്കുവാൻ കഴിവുള്ളവനും ഈ ഭൂമിയിൽ
അവൻ അടക്കി വാഴുവാൻ പോകുന്നവനും അവിടുന്ന് മാത്രമാണ്. അപ്പോൾ ഇത് അതിവിശുദ്ധ സ്ഥലത്തുള്ള ഏക ഉപകരണം എന്ന് നമ്മൾ ചിന്തിച്ചു. ഇനി അടുത്തതായിട്ട് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ ഉപകരണത്തിന് വ്യത്യസ്ത പേരുകൾ ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ പേരുകളും തിരുവഴുത്തിലുള്ള വാക്യങ്ങൾ സഹിതം വായിക്കാൻ താല്പര്യമുണ്ട്. സമയം ഒത്തിരി എടുക്കുമെന്നാണ് എൻ്റെ ചിന്ത. ഞാൻ ആ വാക്യം പറഞ്ഞു വിടാം കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9 എന്ന് നിരവധി പേരുകൾ ഈ വസ്തുവിന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പൊ എന്തുമാത്രം ശ്രേഷ്ഠമേറിയതാണ്, എന്തുമാത്രം സവിശേഷതയുള്ളതാണ് ഈ ഉപകരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് പരമാവധി നമുക്ക് അതിന്റെ സവിശേഷതകൾ ഓടിച്ച് നമുക്ക് ചിന്തിക്കാം. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ഒരിക്കൽ കൂടെ ഞാൻ വിനീതമായി ക്ഷണിക്കുകയാണ്. ശ്രദ്ധിക്കണം, വേരിയസ് നെയിംസ്, വിവിധ പേരുകൾ, വ്യത്യസ്ത പേരുകൾ. അതിൽ ഒന്നാമത്തെ പേരാണ് സാക്ഷ്യപ്പെട്ടകം. നമ്മൾ ഓൾറെഡി അത് വായിച്ചതിലുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒന്നും കൂടെ വായിച്ചാൽ നന്നായിരിക്കും എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് പുറപ്പാട് പുസ്തകം 25ന്റെ 22 എടുത്തെങ്കിൽ ഒന്ന് വായിക്കാം. പുറപ്പാട് 25, 22. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഒന്നാമത്തെ പേര് സാക്ഷ്യപ്പെട്ടകം. ഒന്നാമത്തെ പേര് സാക്ഷ്യപ്പെട്ടകം. ഇതിന് പല പേരുകളുണ്ട്. അതിൽ ഒരു പേര് സാക്ഷ്യപ്പെട്ടകം. അതാണ് നമ്മൾ ഇപ്പോൾ വായിച്ച വേദവാക്യം. രണ്ടാമത്തെ പേര് നിയമപ്പെട്ടകം എന്നാണ്. ആർക്ക് ഓഫ് ദി കവനന്റ് എന്നാണ് നിയമപ്പെട്ടകം. അതിന്റെ റെഫറൻസ് സംഖ്യാപുസ്തകം 10:33 നമ്പേഴ്സ് ചാപ്റ്റർ 10 വേഴ്സ് 33. സംഖ്യാപുസ്തകം 10:33. അവിടെ കാണുന്നത് നിയമപ്പെട്ടകം എന്നാണ്. മൂന്നാമത് കൊടുത്തിരിക്കുന്ന പേര് കർത്താവായ യഹോവയുടെ പെട്ടകം എന്നാണ്. ആർക്ക് ഓഫ് ദ ലോർഡ് ഗാഡ് എന്നാണ്. ആർക്ക് ഓഫ് ദ ലോർഡ് ഗാഡ് എന്നാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാമത്തെ അധ്യായം 26-ാം വാക്യത്തിൽ കാണുന്നു ഈ പേര്. മനോഹരമായ പേരാണ്, കർത്താവായ യഹോവയുടെ പെട്ടകം എന്നാണ്. അപ്പോൾ ഈ പെട്ടകത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവത്തിനാണ്. കണ്ടോ പേരുകൾ എത്ര മനോഹരം. സാക്ഷ്യപ്പെട്ടകം, നിയമപ്പെട്ടകം. ഇതിനകത്ത് നിയമമുണ്ട്. ഈ നിയമം പാലിക്കാത്ത ഒരൊറ്റ വ്യക്തിക്കും പെട്ടകത്തോട് അടുക്കാൻ പറ്റില്ല, പെട്ടകത്തെ തൊടാൻ പറ്റില്ല, പെട്ടകത്തെ പിടിക്കാൻ പറ്റില്ല, പെട്ടകത്തെ ചുമക്കാൻ പറ്റില്ല. കാരണം ഇതിൽ നിയമമുണ്ട്. ഇത് നിയമപ്പെട്ടകമാണ്. ഇതിൽ സാക്ഷ്യമുണ്ട്. ഇത് സാക്ഷ്യപ്പെട്ടകമാണ്. ഇത് കർത്താവായ യഹോവയുടെ പെട്ടകമാണ്. ഓൾ റൈറ്റ്. 4-ാമത്തെ പേരെന്ന് പറയുന്നത് ഇച്ചിരി നീളമുള്ള ഒരു നീളത്താം പേരാണ്. 4-ാമത്തെ പേര് ആർക്ക് ഓഫ് ദ ലോർഡ് ഓഫ് ഓൾ ദി എർത്ത് എന്നാണ്. അതായത് സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പൊട്ടകം എന്നാണ്. സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പൊട്ടകം. അപ്പോൾ യഹോവയുടെ പൊട്ടകം എന്ന് കേൾക്കുമ്പോൾ ഓർത്തോണം, സർവഭൂമിക്കും നാഥനായിട്ട് ഒരുവനേ ഉള്ളൂ, അവനാണ് സർവത്തിന്റെയും സൃഷ്ടാവ്. ഇനി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചു നോക്കിയേ. യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1:3 സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എത്ര മനോഹരമായി കൊടുത്തിരിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സർവഭൂമിക്കും നാഥനായിട്ട് ഒരുവനുണ്ടെങ്കിൽ അവിടുന്ന് നമ്മുടെ രക്ഷിതാവും നമ്മുടെ കർത്താവും നമ്മുടെ സ്രഷ്ടാവുമാണ്. ആ മഹാദൈവത്തിന്റെ പെട്ടകമാണ് സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരുന്ന സാക്ഷാൽ സാക്ഷ്യപ്പെട്ടകം. അപ്പോൾ ഇതിന്റെ 4-ാമത്തെ പേര് സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം. അത് യോശുവയുടെ പുസ്തകം 3:13 ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 3 വേഴ്സ് 13. 3:13 യോശുവ 3:13. ഇനി 5-ാമത്തെ പേരെന്ന് പറയുന്നത് ദൈവത്തിന്റെ പെട്ടകം, ദ ആർക്ക് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ പെട്ടകം ശമൂവേലിന്റെ 1-ാം പുസ്തകം 3:3 കൊടുത്തിട്ടുണ്ട്. 1 ശമൂവേൽ 3:3 ആ വാക്ക് നമുക്ക് കാണുവാൻ കഴിയും. 6-ാമത് ഇതിന് കൊടുത്തിരിക്കുന്ന പേര് ഹോളി ആർക്ക് എന്നാണ്. വിശുദ്ധ പെട്ടകം. വിശുദ്ധ പെട്ടകം. കണ്ടോ, ഈ പെട്ടകം തീർത്തും വിശുദ്ധമാണെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത് ഇരിക്കുന്നത് വിശുദ്ധ സ്ഥലത്താണ്. എങ്ങനെയുള്ള സ്ഥലം? അതിവിശുദ്ധം. അതിവിശുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും ഹോളി ഓഫ് ഹോളി. അതല്ലെങ്കിൽ മറ്റൊരു പദമാണ് മോസ്റ്റ് ഹോളി. മോസ്റ്റ് ഹോളി പ്ലേസ്. അതല്ലെങ്കിൽ വേറൊരു പദമുണ്ട് സാങ്ച്വറി. അത്ര പരിപാവനമായ സ്ഥലത്താണ് ഇതിരിക്കുന്നത്. ഈ സാധനം തീർത്തും വിശുദ്ധം. അതുകൊണ്ട് ഇതിന്റെ പേര് വിശുദ്ധ പെട്ടകം എന്നാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം
35 മൂന്നാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. 2 Chronicle chapter 35 verse 3. ഏഴാമത് കൊടുത്തിരിക്കുന്ന പേര് വളരെ മനോഹരമാണ്. ബലത്തിന്റെ പെട്ടകം എന്നാണ്. ദ ആർക്ക് ഓഫ് ദൈ സ്ട്രെങ്ത് എന്നാണ്. ദ ആർക്ക് ഓഫ് ദൈ സ്ട്രെങ്ത്, ബലത്തിന്റെ പെട്ടകം. ഈ പെട്ടകത്തിനുള്ളതുപോലെ ബലം, ശക്തി വേറെ ഒരു വസ്തുവിനും ഇല്ല. ഇതിനകത്ത് ഇത്രയും ബലം ഉണ്ടാകുവാൻ കാരണം ഇതിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ ഒരു വാക്ക് ഓർമ്മിപ്പിച്ചു. ഒന്ന്, ഇതിൽ നിയമമുണ്ട്. രണ്ട്, ഈ പെട്ടകത്തിൽ എഴുന്നള്ളി വസിക്കുന്നത് തേജോമയനായ ദൈവം, ദൈവത്തിന്റെ ഷെക്കേനയാണ് ഇവിടെ ഇറങ്ങി വരുന്നത്, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ഈ പെട്ടകത്തിന് ബലമുണ്ട്. ഇത് ബലത്തിന്റെ പെട്ടകം. സങ്കീർത്തനങ്ങൾ 132 8ാമത്തെ വാക്യം, സാംസ് 132 വേഴ്സ് 8. എട്ടാമത് കൊടുത്തിരിക്കുന്ന പേര് ഗാഡ്സ് സ്ട്രെങ്ത് എന്നാണ്. ദൈവത്തിന്റെ ബലം എന്നാണ്. ദൈവത്തിന്റെ ബലം അത് തിരിച്ചറിയുവാൻ ആ സങ്കീർത്തനത്തിന്റെ 2 വാക്യങ്ങൾ മേളിൽ നിന്ന് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. നിങ്ങൾ സാവധാനത്തിൽ വായിക്കുക. സങ്കീർത്തനം 78:61, 78ാം സങ്കീർത്തനത്തിന്റെ 61ാമത്തെ വാക്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ ബലം, ഗാഡ്സ് സ്ട്രെങ്ത്. ഏറ്റവും ഒടുവിലത്തെ പേര് ഗാഡ്സ് ഗ്ലോറി എന്നാണ്. ഗോഡ്സ് ഗ്ലോറി, മഹാദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഇങ്ങനെ അതിന്റെ റെഫറൻസ് 78ാം സങ്കീർത്തനം 61ാം വാക്യം തന്നെയാണ്. ആ ഒറ്റ വാക്യത്തിൽ 2 പേരും കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ നിരവധി പേരുകളാൽ, വിവിധ പേരുകളാൽ അറിയപ്പെടുന്ന ഒരു മനോഹരമായ ഉപകരണം ആലയത്തിന്റെ ഉള്ളറയിൽ അതിവിശുദ്ധ സ്ഥലത്തുണ്ടെങ്കിൽ അതിന്റെ പേരാണ് സാക്ഷാൽ നിയമപ്പെട്ടകം. ഇത്രയേറെ പേരുകളാൽ പരിലസിക്കുവാൻ കാരണമുണ്ട്. ഒന്ന്, ഇത് നിയമത്തിന്റെ പെട്ടകമാണ്. 2, ഇതിന്റെ അകത്ത് നിയമമുണ്ട്. 3, ഈ പെട്ടകത്തിൽ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് സ്വർഗീയ ജീവികളായ കെരൂബിന്റെ രൂപമാണ്. 4, ഈ കെരൂബുകളുടെ നടുവിലുള്ള സ്ഥലത്താണ് മഹാദൈവം എഴുന്നള്ളി വസിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം അങ്ങനെ എഴുന്നള്ളി വസിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇസ്രായേൽ മക്കൾക്ക്. എന്താ കാര്യം എന്നറിയണ്ടേ? പകൽ ചുട്ടുപൊള്ളുന്ന മണലാരണ്യം കൊണ്ട സ്ഥലമാണെങ്കിൽ സർവശക്തൻ എഴുന്നള്ളുന്നത് മുഖാന്തരം പകൽ അവർക്ക് മേഘസ്തംഭമാണ്, രാത്രിയാകട്ടെ അഗ്നിസ്തംഭം. ഏറ്റവും മനോഹരമായ പ്രകാശമാണ് ഈ മഹാദൈവത്തിലൂടെ അവർക്ക് എല്ലാവർക്കും കിട്ടുന്നത്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് തുടർന്ന് ചില കാര്യങ്ങൾ ഈ പെട്ടകവുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനുള്ളത്. ഒന്ന്, നമ്മൾ ചിന്തിച്ചു ഈ പെട്ടകത്തിന്റെ മുകളിലാണ് ദൈവം എഴുന്നള്ളി വസിച്ചിരുന്നത്. 2, പെട്ടകത്തിനുള്ളിൽ ന്യായപ്രമാണത്തിന്റെ 2 കൽപ്പലകകൾ വെച്ചിരുന്നു. അത് വളരെ വിലപ്പെട്ടതാണ്, ഒരിക്കലും മറന്നു പോകരുത്. ഈ പെട്ടകത്തിന്റെ ഉള്ളിൽ വളരെ മനോഹരമായ കല്ലിൽ ചെത്തിയെടുത്ത 2 കൽപ്പലകകളിൽ എഴുതപ്പെട്ട 10 കൽപ്പനകൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 10 കൽപ്പനകൾ എഴുതപ്പെട്ട 2 കൽപ്പലകകൾ ഇതിനകത്തുണ്ടായിരുന്നു. കണ്ടോ? അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. ചുമ്മാതല്ല. സ്വർഗത്തിലെ ദൈവം ഈ പെട്ടകം നിർമ്മിക്കുവാൻ വേണ്ടി കൽപ്പന കൊടുത്തത് മോശയ്ക്കാണ്. മറ്റ് പല ഉപകരണങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അതൊക്കെ ബസലേലും ഒഹല്യാവും അവരുടെ കീഴിലുള്ള മറ്റ് ഇതര വ്യക്തികളുമാണ് പണിതതെങ്കിൽ ഈ ഒരൊറ്റ ഉപകരണമാണ് സ്വർഗത്തിലെ ദൈവം മോശയെ കൊണ്ട് പണിയിപ്പിച്ചത്. നമ്പർ 1. തീർന്നില്ല. ഈ ഉപകരണമാണ് ആദ്യം പണിയപ്പെട്ടത്. ആദ്യം പണിയുവാൻ വേണ്ടി പറഞ്ഞത് ഇതാണ്. അപ്പോൾ അതിന്റെ സവിശേഷത നിങ്ങൾ ചിന്തിക്കണം, അതിന്റെ പ്രാധാന്യത നിങ്ങൾ മനസ്സിലാക്കണം. ഓൾറൈറ്റ്. അപ്പോൾ ഈ പെട്ടകത്തിന്റെ ഉള്ളിൽ ന്യായപ്രമാണത്തിന്റെ കൽപ്പലകകൾ, അതിമഹനീയമായ 10 കൽപ്പനകൾ, മഹാദൈവത്തിന്റെ വിരലുകൊണ്ട് എഴുതപ്പെട്ട ആ 10 കൽപ്പനകൾ എഴുതിയ 2 പലകകൾ, കല്ലിൽ ചെത്തിയെടുത്ത 2 പലകകൾ ഇതിനകത്തുണ്ട്. ഓക്കെ. ഈ 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകകളും അതിനോടനുബന്ധിച്ച് വെളിയിൽ അതിവിശുദ്ധ സ്ഥലത്ത് ന്യായപ്രമാണ സംബന്ധമായ ചട്ടങ്ങൾ എഴുതിയ പുസ്തകങ്ങളും, കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ തോറ, മോശയിക ന്യായപ്രമാണം അതിനകത്തുണ്ട്. ഏത് സമയത്തും ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്, വിടുതലിന്റെ രഹസ്യം എന്ന് പറയുന്നത്, ഉയർച്ചയുടെ രഹസ്യം എന്ന് പറയുന്നത് പ്രമാണമാണ്, കൽപ്പനയാണ്, ദൈവിക ചട്ടമാണ്.
മോശയ്ക്ക് ദൈവം പ്രമാണം കൊടുക്കുവാൻ കാരണം ഈ പ്രമാണത്തിനൊത്തവണ്ണം അനുസരിച്ച് ജീവിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായ ഒരു അധ്യായമാണ് ആവർത്തന പുസ്തകം 28 അധ്യായം. എത്ര രസകരമെന്നറിയാമോ? ആ ആ അധ്യായത്തെ നമ്മൾ രണ്ടായിട്ട് വിഭജിച്ച് പഠിക്കണം. 1 മുതൽ 14 വരെയുള്ള വേദഭാഗത്തെ ഒരു പാർട്ടായി പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് രണ്ടാമത്തെ പാർട്ടായി പഠിക്കണം. ഈ ഒറ്റ അധ്യായത്തിൽ 2 വിഷയങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു. എന്താണ് 2 വിഷയങ്ങൾ? 1, അനുസരിച്ചാൽ അനുഗ്രഹം. 2, തിരസ്കരിച്ചാൽ കനത്ത ശാപം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ 1, അനുസരിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹം. രണ്ടാമതായിട്ട് കാണാൻ സാധിക്കുന്നത് അതിനെ തിരസ്കരിച്ചാൽ വരാൻ പോകുന്ന വലിയ ശാപം. ഓക്കെ, അപ്പോൾ 28 അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുകയാണ്, ഇത് ഈ പറയുന്ന കൽപ്പനകളെല്ലാം നീ അനുസരിച്ച് കഴിഞ്ഞാൽ നീ അനുഗ്രഹിക്കപ്പെടും. കണ്ടോ, അനുഗ്രഹത്തിന്റെ ഒരു വലിയ ലിസ്റ്റാണ്. നീ മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും, ആടുമാടുകളുടെ പേർ അനുഗ്രഹിക്കപ്പെടും, നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, വയലിൽ അനുഗ്രഹിക്കപ്പെടും, മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും, നിന്റെ വയലിലെ എല്ലാ സമ്പത്തിലും അനുഗ്രഹിക്കപ്പെടും, അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. മൊത്തം അനുഗ്രഹമാണ്. നിന്നോട് എതിർക്കുന്ന ശത്രുക്കൾ ഒരു വഴിയായിട്ട് വരും, അവർ തിരിച്ച് 7 വഴിയായിട്ട് ഓടിപ്പോകും. ഇത്രയും അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത് കൊടുത്തിരിക്കുന്ന ഒരു വാണിങ്, ഇതിലേതെങ്കിലും തിരസ്കരിച്ചാൽ കനത്ത ശാപമാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് ശാപത്തിന്റെ ലിസ്റ്റാണ്. അപ്പോൾ ദൈവമക്കളാകുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പരമാർത്ഥമായ ഒരു സത്യം, ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ പെട്ടകം, ഈ പ്രമാണം അങ്ങേയറ്റം അനുസരിച്ചുകൊണ്ട് അതിനൊത്തവണ്ണം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരു ശാപവും ജീവിതത്തിൽ വരത്തില്ല. അനുഗ്രഹത്തിന്റെ മേൽ അനുഗ്രഹം. 1. 2, ഒരു ശത്രുക്കളും നമുക്കെതിരായിട്ട് തല ഉയർത്തത്തില്ല. തല ഉയർത്തിയാലും അവന്റെ പ്രവൃത്തികൾ സഫലമാകത്തില്ല. കാരണം ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. അതിന്റെ പരമരഹസ്യം എന്ന് പറയുന്നത് കാത്തു സൂക്ഷിക്കുന്ന പ്രമാണമാണ്, ദൈവിക ചട്ടങ്ങളാണ്. അപ്പോൾ ഈ അനുഗ്രഹീതമായ നിയമപ്പെട്ടകത്തിൽ കൽപ്പനകൾ ഉണ്ടായിരുന്നു. കൽപ്പന എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇത് പട്ടാള ചിട്ടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു പദപ്രയോഗമാണ് കൽപ്പന. പട്ടാള ചിട്ടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പദപ്രയോഗമാണ് കൽപ്പന എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അർത്ഥം, അതിന്റെ ഒരു വിശദീകരണം, ഒരു പട്ടാള മേധാവി തന്റെ കീഴിലുള്ള ഒരു സാധാരണ പട്ടാളത്തുകാരനോട് പറയുകയാണ്, ടേക്ക് യുവർ ഗൺ ആൻഡ് ഷൂട്ട് യുവർ സെൽഫ്. നിന്റെ തോക്കെടുത്ത് നിന്നെ വെടിവെക്കുക എന്ന് പറഞ്ഞാൽ ആ പട്ടാളത്തുകാരൻ ആ പട്ടാള മേധാവിയുടെ വാക്കനുസരിച്ചേ പറ്റത്തുള്ളൂ. ഇനി വെടിവെച്ചിട്ട് ചത്തില്ല എങ്കിൽ പിന്നെ വേണമെങ്കിൽ ചോദിക്കാം, സാർ എന്തിനാണ് വെടിവെക്കാൻ പറഞ്ഞതെന്ന്. അപ്പോൾ അതാണ് കൽപ്പന എന്ന് പറഞ്ഞാൽ, അത്രയും ഗൗരവമേറിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ഈ കൂട്ടായ്മയിൽ, ഈ ദൈവവചന പഠനത്തിൽ നാം സമയം ചെലവിടുമ്പോൾ ഒരു കാര്യം നമ്മൾ ആഴമായി തിരിച്ചറിയണം. സ്വർഗത്തിലെ ദൈവം നമ്മോട് എന്ത് കൽപ്പിച്ചാലും നമ്മൾ അത് ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ചരിത്രത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു അത്ഭുതമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു അത്ഭുതം മറ്റൊന്നുമല്ല, കേവലം പച്ചവെള്ളത്തെ ഇച്ഛാശക്തി കൊണ്ട് വീഞ്ഞാക്കി തീർത്തു. അപ്പോൾ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർത്ത കർത്താവായ യേശുക്രിസ്തു ആ പച്ചവെള്ളം വീഞ്ഞാകണമെങ്കിൽ അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് ഒരു വാക്ക് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. ഓൾറൈറ്റ്, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവ് നമ്മോട് എന്ത് കൽപ്പിച്ചാലും നാം ചെയ്യുവാൻ സന്നദ്ധരായാൽ അവിടെ നടക്കുന്നതിന്റെ പേരാണ് അത്ഭുതം. അപ്പോൾ ശുശ്രൂഷക്കാരോട് പറഞ്ഞു കൽപ്പാത്രങ്ങൾ കൊണ്ടുവന്നു. കൽപ്പാത്രം കിടന്നത് എവിടെയാ? പുറത്താ, അകത്തല്ല. കൽപ്പാത്രത്തിന്റെ ചരിത്രം തന്നെ പഠിക്കാനുള്ള ഒരു വലിയ ചരിത്രമാണ്. അപ്പോൾ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് അവരുടെ കാലുകൾ കഴുകുവാൻ വേണ്ടി, മുഖം കഴുകുവാൻ വേണ്ടി പുറത്ത് വെള്ളം നിറച്ചു വെക്കുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ചപ്പെട്ട പാത്രമാണ്, സ്റ്റോൺ വെസൽസ്. അപ്പോൾ അതിനെയാണ് അകത്ത് കൊണ്ടുവരാൻ പറഞ്ഞത്, അതിനാണ് വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞത്, അതിനെയാണ് കോരി വിരുന്നുവാഴിക്ക് കൊടുക്കുവാൻ പറഞ്ഞത്. കണ്ടോ, പറഞ്ഞത് അതുപോലെ അനുസരിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് അസാമാന്യമായ അത്ഭുതം. അപ്പോൾ ഈ രാത്രി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അവനെന്ത് കൽപ്പിച്ചാലും, ആര്?
സർവ്വലോകത്തിന്റെയും വീണ്ടെടുപ്പുകാരനായ നമ്മുടെ പ്രാണപ്രിയൻ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. അത് ചെയ്താൽ അവിടെ അത്ഭുതമാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങളാകുന്നു എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഇനി ആരെങ്കിലും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിൽ ഇതുവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു, ഇനി ഒട്ടും വൈകാതെ യേശു ക്രിസ്തുവിന്റെ കൽപ്പന ഇതുവരെ അനുസരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി തന്നെ ഈ വചനം കേൾക്കുമ്പോൾ ഒരു തീരുമാനം ഹൃദയം കൊണ്ടെടുക്കുവാൻ നാം സന്നദ്ധരായി തീരണം. എന്താണ് യേശു ക്രിസ്തുവിന്റെ കൽപ്പന? യേശുവിന്റെ കൽപ്പനകള് നിരവധി ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന, ആ കൽപ്പനയാണ് അന്ത്യകൽപ്പന. ആ അന്ത്യകൽപ്പനയെ കുറിച്ച് ആഴമായി വിശദീകരിച്ചിരിക്കുന്ന സുവിശേഷങ്ങളാണ് മത്തായിയും മർക്കോസും. മത്തായി സുവിശേഷം 28-ന്റെ 18, 19, 20, മർക്കോസ് സുവിശേഷം 16-ന്റെ 16 ഈ ഭാഗങ്ങളിൽ കാണുന്നത് യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന. എന്താണ് അന്ത്യകൽപ്പന? യേശു ക്രിസ്തു അടുത്ത് ചെന്നു. എന്നിട്ട് യേശു പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അപ്പോൾ ഈ സ്നാനം എന്ന് പറയുന്നത് യേശുവിന്റെ കൽപ്പനയാണ്. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ടത് യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിക്കണമെന്നുള്ളത് ഒരു പാസ്റ്ററുടെ നിർദ്ദേശമല്ല, ഒരു സംഘടനയുടെ ഉപദേശമല്ല, ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാകയാൽ ഈ കൽപ്പന നിർബന്ധമായിട്ടും അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് കാലാകാലങ്ങളായി ഈ കൽപ്പന അനുസരിച്ച് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ പിൻപറ്റുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ സന്തോഷത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓൾ റൈറ്റ്, ഈ കൽപ്പന അനുസരിക്കാത്ത പക്ഷം എന്താണ് ശിക്ഷ എന്നുള്ളതാണ് മർക്കോസ് 16-ന്റെ 16. മർക്കോസ് 16-ന്റെ 16 കൊടുത്തിരിക്കുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കൽപ്പനയാകുന്ന ജലസ്നാനം വിശ്വസിച്ച് സ്വീകരിക്കാത്ത പക്ഷം ശിക്ഷാവിധി അല്ലാതെ വേറെ ഒന്നും ഇല്ല. അതുകൊണ്ട് വാസ്തവമായിട്ടും അവിടുത്തെ കൽപ്പന അനുസരിച്ചാൽ ഒന്ന് അനുഗ്രഹം, 2 നിത്യശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ. ഇതുവരെയും നമ്മുടെ ഗൃഹതലത്തിലോ കുടുംബത്തിലോ നമ്മുടെ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നതിലോ ആരെങ്കിലും ഈ അനുഗ്രഹീതമായ കൽപ്പന അനുസരിക്കാതെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ കേൾക്കുന്ന വചനത്തിന്റെ മുമ്പിൽ ദയവായി നിങ്ങൾ തന്നെ ഹൃദയം കൊണ്ടൊരു തീരുമാനമെടുക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ഇനി ആരെങ്കിലും ഈ കൽപ്പന അനുസരിച്ച് യേശുവിനോടുകൂടെ പറ്റിച്ചേരുവാനുണ്ടെങ്കിൽ അവരെ ഓർത്ത് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പിന്നെയും പ്രാർത്ഥിക്കാം. ദിവസങ്ങൾ നീളുന്നതിന് മുൻപ് യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാകുന്ന സ്നാനം പരസ്യമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിനോടുകൂടെ പറ്റിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ പെട്ടകത്തിനകത്ത് കൽപ്പനകൾ ഉണ്ടായിരുന്നു. അടുത്ത് മൂന്നാമത് ഈ പെട്ടകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പെട്ടകത്തിനുള്ളിൽ ഇടങ്ങഴി മന്ന ഇട്ട് വച്ചിരുന്ന ഒരു പൊൻപാത്രം ഉണ്ടായിരുന്നു. കണ്ടോ, ഇടങ്ങഴി മന്ന. വാസ്തവത്തിൽ മന്ന എന്ന് പറയുന്ന സാധനം നമ്മളത് പഠിക്കണം. നിസ്സാരമായി കാണേണ്ട ഒന്നല്ല മന്ന. മന്ന എന്ന് പറഞ്ഞാൽ എന്തുവാ? ആദ്യം മന്നയെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് ഇത് വ്യത്യസ്ത പേരുകളാൽ അറിയപ്പെടുന്നു കേട്ടോ. മന്ന എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പേര് അല്ലെങ്കിൽ ഒരു പേര് സ്വർഗീയ ധാന്യം എന്നാണ്. സ്വർഗീയ ധാന്യം കണ്ടോ. രണ്ടാമതൊരു പേര് ശക്തന്മാരുടെ അപ്പം എന്നാണ്. ശക്തന്മാരുടെ അപ്പം. മൂന്നാമത്തെ പേര് സ്വർഗീയ ഭോജനം എന്നാണ്. നാലാമത്തെ പേര് സ്വർഗീയ അപ്പം എന്നാണ്. അഞ്ചാമതൊരു പേരുണ്ട്, വാസ്തവത്തിൽ അത് വെളിപ്പാട് പുസ്തകത്തിലാണ്, മറഞ്ഞിരിക്കുന്ന മന്ന. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത പേരുകളാൽ അറിയപ്പെടുന്ന ഒരു സാധനം. ചരിത്രത്തിൽ ഇസ്രായേൽ മക്കൾ ഭാഗ്യശാലികൾ, അവർക്ക് കഴിക്കാൻ കിട്ടിയ സാധനം 1-2 ദിവസമല്ല, 1-2 മാസമല്ല, നീണ്ട 40 കൊല്ലം മരുഭൂപ്രയാണത്തിലായിരുന്നപ്പോൾ ഒരൊറ്റ ദിവസം പോലും മുടക്കം കൂടാതെ സ്വർഗത്തിലെ ദൈവം അവർക്ക് നൽകിയ ശക്തന്മാരുടെ ഭോജനമെന്നറിയപ്പെടുന്ന, അപ്പമെന്നറിയപ്പെടുന്ന, സ്വർഗീയ ധാന്യമെന്നറിയപ്പെടുന്ന, സ്വർഗീയ ഭോജനമെന്നറിയപ്പെടുന്ന, സ്വർഗത്തിലെ അപ്പം എന്ന് വിശേഷിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹരമായ സാധനം. അപ്പോൾ അതിൽ ഇടങ്ങഴിയെടുത്ത് പൊൻപാത്രത്തിൽ വെച്ച് ഈ പെട്ടകത്തിനകത്ത്
ഇത് സൂക്ഷിക്കണം. മരുഭൂമി യാത്രയിൽ അവർ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം കൊടുത്ത സ്വർഗീയ ധാന്യമാണ്, സ്വർഗത്തിലെ ശക്തന്മാരുടെ ഭോജനം. അതായത് സ്വർഗത്തിലെ ദൂതന്മാർ കഴിക്കുന്ന മനോഹരമായ ഭോജനമാണ് സ്വർഗത്തിലെ ദൈവം അവർക്ക് കൊടുത്തത്. നമ്മളൊരു കാര്യം തീർത്തും മനസ്സിലാക്കണം. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പിതാക്കന്മാര് വളരെ കഷ്ടതകളിലൂടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ചു. ആ കഷ്ടതയിലും യേശുവിനെ വിട്ടു മാറിയില്ല. അവരെ ബലപ്പെടുത്തിയ രഹസ്യങ്ങൾ പലതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവഴുത്താണ് കേട്ടോ. പൗലൂസ് അപ്പോസ്തലൻ ഒരു ചോദ്യം ചോദിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 35 മുതൽ വായിച്ചു നോക്കണം സാവധാനത്തിൽ. അവിടെ ആ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന പ്രതിപാദ്യ വിഷയം ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതായി. അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹമാണ് വാസ്തവത്തിൽ കഷ്ടതയുടെ കൊടിയ ശോധനയിലൂടെ പോകേണ്ടി വന്നിട്ടും ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മെ ഉറപ്പിച്ചതും ബലപ്പെടുത്തിയതും സ്ഥിരപ്പെടുത്തിയതും. ക്രിസ്തുവിന്റെ സ്നേഹം. അപ്പോൾ നമ്മുടെ പിതാക്കന്മാര് ഒരു കാലഘട്ടത്തിൽ വളരെയേറെ കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ച് അവർ മുന്നോട്ട് കർത്തൃവേല വിശ്വസ്തയോടെ ചെയ്തു. ദൈവം അവരെ കൈവിട്ടില്ല, അവരെയും ദൈവം മാനിച്ചു. അതിനേക്കാൾ അപ്പുറം അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. അത് ദൈവത്തിന്റെ നീതിയാണ്. ഇന്നും ആ ദൈവം വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ വ്യത്യസ്ത രീതികളിൽ ചെയ്യുവാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ മന്ന കൊടുത്തത് സ്വർഗത്തിൽ നിന്നാണ് കൊടുത്തത്. മറ്റൊരു രാജ്യത്തിൽ നിന്ന് കയറ്റിറക്കുമതി ചെയ്ത് കൊടുത്ത സാധനം അല്ല. ഇത് സ്വർഗത്തിൽ നിന്നും ഇറക്കി വിട്ട സാധനം. ദൈവത്തിന്റെ വിശ്വസ്തത കണ്ടോ? ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കണ്ടോ? ദൈവത്തിന്റെ കരുതൽ കണ്ടോ? ഇസ്രായേൽ മക്കൾ ലക്ഷക്കണക്കിന് വരുന്ന ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണത്തിന് ഒരു ക്ഷാമവും വന്നില്ല. അതാ ദൈവത്തിന്റെ കരുതൽ. കണ്ടോ? അതാണ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീനെന്നാണ്. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണെന്ന് പഴയ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. അപ്പോൾ മന്ന ഈ പെട്ടകത്തിനകത്ത് ഇടങ്ങഴി ഒരു പൊൻപാത്രത്തിൽ ശേഖരിച്ചിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട രഹസ്യം ഒന്നുണ്ട്. പിൻതലമുറക്കാരായ ഇസ്രായേൽ ജനം അവരുടെ പിതാക്കന്മാര് കഴിച്ച സാധനം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന് ഓർമ്മയ്ക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചതാണ് മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. ഓൾറൈറ്റ്, ഇടങ്ങഴി മന്ന. ഇനി മന്നയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വാസ്തവത്തിൽ ഇതിൽ രണ്ട് സത്യങ്ങളാണ് പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് കർത്താവ് യേശു ക്രിസ്തു ജീവനുള്ള സ്വർഗീയ അപ്പം എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ മന്ന ഇത് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ക്രിസ്തുവും മന്നയും തമ്മിലുള്ള സാദൃശ്യങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മന്നയെക്കുറിച്ച് പഠിക്കുമ്പോൾ മന്ന സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് വർഷിച്ചതാണ്. ആകാശത്തിൽ നിന്ന് വർഷിച്ചതാണ്. അത് പുറപ്പാട് പുസ്തകം 16:4 പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. യോഹന്നാൻ 6:31 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ക്രിസ്തു സ്വർഗത്തിൽ നിന്നുള്ളവൻ. യോഹന്നാന്റെ സുവിശേഷം 6:33. അപ്പോൾ മന്ന ആകാശത്തിൽ നിന്ന് വർഷിച്ചതാണെങ്കിൽ ക്രിസ്തുവും സ്വർഗത്തിൽ നിന്നുള്ളവൻ. രണ്ടാമത്തെ സാദൃശ്യം മന്ന മഞ്ഞിൽ ഉൽപ്പാദിപ്പിച്ചതാണ്. മഞ്ഞിൽ ഉൽപ്പാദിപ്പിച്ചതാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 14-ാമത്തെ വാക്യം 16:14 അവിടെ വ്യക്തമായി കൊടുത്തിരിക്കുന്നു. കഴിയുമെങ്കിൽ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. മഞ്ഞിൽ ഉൽപ്പാദിപ്പിച്ചതാണ് മന്ന. 14 വായിച്ചോ. വീണുകിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞു പോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. ഉറച്ച മഞ്ഞ് പോലെ നിലത്ത് കിടക്കുന്നുണ്ട് കണ്ടോ. അപ്പൊ മഞ്ഞ് മാറിയ ശേഷം ഇത് മഞ്ഞിൽ ഉൽപ്പാദിപ്പിച്ചതാ. മഞ്ഞ് മാറുമ്പോൾ ഇത് കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടവനാണ്. യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് മറിയയ്ക്ക് പ്രത്യക്ഷനായ ദൂതൻ പറഞ്ഞ വാക്ക് കേൾക്കണം.
നീ ആശങ്കപ്പെടേണ്ട, നീ അതിശയിക്കേണ്ട ആവശ്യമില്ല, നീ കന്യകയാണ്, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, നീ കന്യക. അപ്പോൾ അന്തം വിട്ട് മറിയ ചോദിക്കുന്നത് എങ്ങനെ സംഭവിക്കും? ദൂതൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തി. അപ്പോൾ ജനിക്കുവാൻ പോകുന്ന വിശുദ്ധ പ്രജ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമാകുമെന്നാണ്. കണ്ടോ, മഞ്ഞിൽ ഉൽപ്പാദിക്കപ്പെട്ടതാണെങ്കിൽ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടവനാണ്. അതായത് യേശുക്രിസ്തുവിന്റെ ജനനം പരിശുദ്ധാത്മാവിനാലാണ്. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ മന്ന വളരെ ചെറിയ ഒരു വസ്തുവാണ്, നേരിയ വസ്തു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് വീണ്ടും വായിക്കണമെന്നില്ല, നമ്മൾ വായിച്ച വാക്യത്തിൽ അതുകൊണ്ട് 16:14 ആ കാര്യവും വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു എന്നാണ്. അപ്പോൾ ഇത് ചെറിയതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോഴും എബ്രായ ലേഖനത്തിൽ ഇവൻ എത്ര മഹാനെന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിന്റെ മാഹാത്മ്യം നമ്മൾ ധാരാളം മനസ്സിലാക്കുന്നുണ്ട്. അവിടുന്ന് തീർത്തും വലിയവനാണ്. പക്ഷെങ്കിൽ ആ മഹാദൈവമായ കർത്താവ് വാസ്തവത്തിൽ സ്വർഗത്തിലുള്ള സകല മഹത്വവും മാറ്റിവെച്ചു, സകല മഹത്വവും ഉപേക്ഷിച്ചിട്ട് ഫിലിപ്പിയ ലേഖനം 2:5 മുതൽ 8 വരെയുള്ള വേദവാക്യം നമ്മൾ വായിച്ചു നോക്കിയാൽ എത്ര വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നു എന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ താഴ്മയെക്കുറിച്ച്. അത് 2-ാം അധ്യായത്തിലാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വേദവാക്യം നിങ്ങൾ ശാന്തമായി വായിച്ചാൽ എത്ര മനോഹരമായി കൊടുത്തിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ, അതായത് ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് പൗലൂസ് പറയുന്നത്. എന്താ കാര്യം? അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു എന്നാണ്. ആ മഹാദൈവം വേഷത്തിൽ മനുഷ്യനായി, അർത്ഥം ചെറിയവനായി. ഓക്കെ, നാലാമത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നാലാമത്തെ മന്നയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മധുരമുള്ളതാണ്. പുറപ്പാട് പുസ്തകം 16:31. പുറപ്പാട് 16:31 ഓടിച്ചൊരു വാക്ക് വായിക്കാമോ? ഇസ്രായേലർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതുമായിരുന്നു. കണ്ടോ, തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളത് എന്ന് പറഞ്ഞാൽ മധുരമുള്ളത്. മന്ന എന്ന് പറയുന്ന മധുരമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആരാണ്? അവൻ മധുരമുള്ളവനാണ്. ഉത്തമഗീതം 5:16 നമ്മുടെ പ്രാണപ്രിയനെ കുറിച്ച് വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. ഉത്തമഗീതം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ച്. 5:16 അവന്റെ വായ് ഏറ്റവും മധുരമുള്ളത്, അവൻ സർവാംഗ സുന്ദരൻ തന്നെ. യെരൂശലേം പുത്രിമാരെ, ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ. ആ പ്രാരംഭ വാക്ക് ചേർത്ത് വായിക്കാമോ? അവന്റെ വായ് ഏറ്റവും മധുരമുള്ളത്, അവൻ സർവാംഗ സുന്ദരൻ തന്നെ. യെരൂശലേം പുത്രിമാരെ, നമ്മളിവിടെ മന്നയെ കുറിച്ച് വായിച്ചത് മന്ന മധുരമുള്ളതാണ്. തേൻ കുഴച്ച് ചുട്ട ദോശ പോലെ. എത്ര മധുരമുള്ളത്, എത്ര രുചിയുള്ളത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും ഉത്തമഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത് അവന്റെ വായ് ഏറ്റവും മധുരമുള്ളത്, അവൻ സർവാംഗ സുന്ദരൻ തന്നെ. എന്നിട്ട് വർണ്ണിക്കുകയാണ്, യെരൂശലേം പുത്രിമാരെ, ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ. ഏത് കയ്പിന്റെ സാഹചര്യത്തിൽ ഒരു ദൈവ പൈതൽ എത്തിച്ചേരേണ്ടി വന്നാലും ആ കയ്പിൽ കിടന്ന് കഷ്ടപ്പെട്ട് നശിക്കുവാൻ അനുവദിക്കുന്നവനല്ല ദൈവം. ആ കയ്പിന്റെ സാഹചര്യത്തിൽ നമ്മുടെ പ്രാണപ്രിയൻ നമ്മെ മധുരിപ്പിക്കുവാൻ കരുത്തനായി നമ്മോടൊപ്പം എഴുന്നള്ളുന്നവനാണ്. ഓൾ റൈറ്റ്. ഇനി 5-ാമതായിട്ട് ഈ മന്നയെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ മന്ന നിലത്താണ് കിടന്നത്. പുറപ്പാട് പുസ്തകം 16:14 നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിൽ തന്നെയുണ്ട്, എങ്കിലും ഒന്ന് വായിക്കണം. 16:14 പുറപ്പാട് 16:14. കമോൺ.
വീണുകിടന്ന മഞ്ഞു മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞു പോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. നിലത്ത് കിടക്കുന്നത് കണ്ടു. നിലത്ത് കണ്ടോ? മഞ്ഞ കിടന്ന സ്ഥലം നിലത്താണ്, വീട്ടിനകത്തല്ല. വീട്ടിൽ വിശേഷപ്പെട്ട ഒത്തിരി പാത്രങ്ങളുണ്ട്, ആ പാത്രത്തിലല്ല, നേരെ മറിച്ച് നിലത്ത്. അതായത് അവരുടെ വീടിന്റെ മുറ്റത്തിറങ്ങുമ്പോൾ ആ നിലത്താണ് ഈ സാധനം കിടന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോഴും അത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രാണപ്രിയന്റെ ജനനത്തിങ്കൽ യേശുവിനെ കിടത്തുവാൻ ഒരു സ്ഥലമില്ല. കണ്ടോ? പല വീടുകളും പല വാതിലുകളും മുട്ടി. കർത്താവായ യേശുക്രിസ്തുവിനെ യാത്രാമധ്യേ പ്രസവവേദനയെ തുടർന്ന് പല വാതിലുകളും മുട്ടിയിട്ടും ഒരു വാതിലുകളും തുറക്കപ്പെട്ടില്ല. അവിടുന്ന് മറിയ യേശുവിനെ പ്രസവിച്ചു. നോക്കണം, വഴി അമ്പലത്തു പോലും സ്ഥലമില്ലായകയാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. ഏതായാലും വായിക്കേണ്ട, നമുക്കറിയാമെന്നുള്ളതല്ലേ. ലൂക്കോസ് 2:16 പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് പറഞ്ഞാൽ മന്ന നിലത്ത് കിടന്നതുപോലെ ലോകരക്ഷകൻ, പ്രാണപ്രിയൻ, സർവ്വലോകത്തിന്റെയും വീണ്ടെടുപ്പുകാരൻ ഇപ്പോൾ കിടക്കുന്നത് എവിടെയാണ്? ജനനത്തോടുള്ള ബന്ധത്തിൽ കിടക്കുന്ന പശുത്തൊട്ടിയിലാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് മഹാകവി KV സൈമൺ ഒരു മനോഹരമായ കവിത രചിച്ചിട്ടുണ്ട്, ഒരു ഗാനം രചിച്ചിട്ടുണ്ട്. അത് പാടാനൊക്കെ അല്പം ടഫായ ഒരു ഗാനമാണ്, പക്ഷെങ്കിൽ എത്ര അർത്ഥവത്തായ പാട്ടെന്നറിയാമോ? ആ പാട്ട് കാണുന്നത് ഇങ്ങനെയാണ്. ആ പാട്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഈരടികൾ ഇങ്ങനെയാണ്: ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റ് ശീലയിൽ കിടന്ന യേശുദേവ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, നികൃഷ്ടമാ കിടപ്പ് കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ എന്നാണ്. കണ്ടോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ കിടക്കുന്ന അവസ്ഥ ആട്ടിടയന്മാര് കണ്ടത് ആ ഭാവനയിൽ സൈമൺ സാർ രേഖപ്പെടുത്തിയ മനോഹരമായ ഗാനത്തിന്റെ ഈരടികളാണ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കിൽ ലോകത്തിന്റെ രക്ഷിതാവായ വീണ്ടെടുപ്പുകാരൻ കിടക്കുന്നത് പശുത്തൊട്ടിയിലാണ്. കണ്ടോ? മന്നയും ക്രിസ്തുവും തമ്മിലുള്ള സാമ്യങ്ങൾ. ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ അറിയേണ്ടത്, ഈ മന്ന എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതൊരു മർമ്മമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന മന്ന ഇതൊരു മർമ്മമാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ആരാണ്? കൊലോസ് ലേഖനം 2:2 കൊടുത്തിരിക്കുന്നു, ക്രിസ്തു ദൈവമർമ്മം. ഓൾറൈറ്റ്. അപ്പോൾ ഇത്രയും സിമിലാരിറ്റീസ്, സാമ്യങ്ങളുള്ള വസ്തുവാണ് മന്നയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തമ്മിലുള്ള സാദൃശ്യങ്ങളായി പഠിക്കുന്ന ഈ മനോഹരമായ വിഷയം. ഈ മന്നയാണ് വാസ്തവത്തിൽ പെട്ടകത്തിനകത്ത് പൊൻപാത്രത്തിൽ ഇട്ടുവെച്ചത്. അടുത്തതായിട്ട് നമ്മൾ ഈ പെട്ടകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പെട്ടകത്തിനുള്ളിൽ അഹരോന്റെ തളിർത്ത വടി സൂക്ഷിച്ചിരുന്നു. നമ്മൾ ഈ വിഷയം അല്പശാന്തമായി പഠിക്കേണ്ടതാണ്. അഹരോന്റെ തളിർത്ത വടി ഏത് കാലഘട്ടത്തും ഏത് സ്ഥലത്തും ഉണ്ടാകുന്ന ഒരു വല്ലാത്ത പ്രശ്നമാണ് മത്സര മനോഭാവം. ശ്രദ്ധിക്കുന്നുണ്ടോ? മോശ എന്ന ദൈവപുരുഷൻ, ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവൻ, സ്വർഗത്തിലധികം നേരിട്ട് വിളിച്ചതാ, മോശെ മോശെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിലെ ചെരുപ്പ് മാറ്റിക്കളക എന്ന് സ്വർഗത്തിലെ ദൈവമാണ് പറഞ്ഞത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, മഹാദൈവം നേരിട്ട് മോശയെ വിളിച്ചു. മോശയെ വിളിച്ചിട്ട് ദൈവം ഈ ദൗത്യം ഏൽപ്പിച്ചതാണ്. മോശയെ വിളിക്കുമ്പോൾ തന്നെ മോശ ഒത്തിരി ഒഴിവുകൾ പറഞ്ഞ് മാറുവാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചിട്ട് പോലും സ്വർഗത്തിൽ ദൈവം മോശയെ വിട്ടില്ല. അവസാനമായിട്ട് ദൈവം കോപിച്ചു. ആ കോപാകുലനായ ദൈവത്തിന്റെ കോപത്തിന്റെ മുമ്പിൽ മോശ പൂർണ്ണമായി വിധേയനായി. ഈ മോശയെ ദൈവം ഏൽപ്പിച്ച ദൗത്യവുമായി ബന്ധപ്പെട്ട് ദൈവവേല വിശ്വസ്തയോടെ ചെയ്യുന്നു. അപ്പോൾ മോശ മുഖാന്തരം അനേക വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ആ കാലഘട്ടത്തിൽ വേറെ കുറെ ചങ്ങാതിമാർക്ക് മോശയും കൂട്ടരും, അല്ലെങ്കിൽ മോശയും അഹരോനും ചെയ്യുന്ന ദൈവവേല, ദൈവം ഏൽപ്പിച്ച ദൗത്യം അവർക്കും ചെയ്യണം. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു മത്സര മനോഭാവം ഇവരുടെ ഉള്ളിൽ ഉടലെടുത്തു. ഇതിന്റെ പ്രധാന പുള്ളികൾ എന്ന് പറയുന്നത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരുത്തനാണ്. അവന്റെ പേരാണ് കോരഹ്. അതുപോലെ രൂബേൻ ഗോത്രത്തിൽപ്പെട്ട കഥാപാത്രങ്ങളുണ്ട്. കോരഹ്, ദാഥാൻ, അബീരാം, ഓൻ, ഈ തുടങ്ങിയ കഥാപാത്രങ്ങൾ മോശയ്ക്കും കൂട്ടർക്കും എതിരായി മത്സരിച്ചു. അപ്പോൾ അങ്ങനെ മത്സരിക്കാൻ തക്കവണ്ണം കുറെ ആളുകളെയൊക്കെ സംഘം കൂട്ടി. 250 പേരെ ഒരുമിച്ച് കൂട്ടി.
നമ്മൾ വളരെ പഠിക്കണം, വളരെ മനസ്സിലാക്കണം. ദൈവവേലയ്ക്കെതിരായി, ദൈവസഭയ്ക്കെതിരായി, ദൈവനാമത്തിന് വിരോധമായി, ദൈവിക പ്രവൃത്തികൾക്ക് വിപരീതമായി ഏത് കാലഘട്ടത്തിലും ശത്രു പല വ്യക്തികളെ കരങ്ങൾ എടുക്കും. നമ്മളിത് അറിയാതിരിക്കരുത്. ഓൾ റൈറ്റ്. അപ്പൊ ശത്രു ചില വ്യക്തികളെ കരങ്ങളിൽ എടുക്കുമ്പോൾ, ശത്രു കരങ്ങളിൽ എടുക്കുന്നത് കണ്ടിട്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട. ശത്രു കരങ്ങൾ എടുക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തോട് നിലവിളിക്കണം. ശത്രു വ്യക്തികളെ കരങ്ങളെടുത്ത് ദൈവപ്രവർത്തികളെ ചിന്നാഭിന്നമാക്കുവാൻ പദ്ധതികൾ ഇടുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ സ്ഥാനത്ത് എഴുന്നള്ളിയാൽ ശത്രുവിന്റെ സകല കാര്യപരിപാടികളും പരാജയപ്പെടും. മറിച്ച് ദൈവനാമം മഹത്വപ്പെടും. ദൈവം ആക്കി വെച്ച വേലക്കാരാരാണെന്ന് സമൂഹത്ത് വ്യക്തമായി തെളിയപ്പെടും. അപ്പോൾ ഇവിടെ അഹരോന്റെ പൗരോഹിത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എഴുന്നേറ്റ കൂട്ടരാണ് കോരഹും കൂട്ടരും. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ ജനത്തിന്റെ മത്സരം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. മോശയ്ക്ക് അപ്പോഴപ്പോഴെ ദൈവസന്നിധിയിൽ തന്റെ പരാതികൾ പറയാനേ തനിക്ക് നേരമുള്ളൂ. കാരണം മോശ ഈ വലിയ ദൗത്യം ഏറ്റെടുത്തപ്പോൾ മോശയെ കൊണ്ട് താങ്ങുന്നതിനും അപ്പുറമാണ് താന് തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബദ്ധപ്പാടുകളും തിരക്കുകളും പിന്നെ വളരെ പ്രതിസന്ധികളും. എന്നാലും മോശയ്ക്ക് ഒരു സന്തോഷമുണ്ട്, സ്വർഗത്തിലെ ദൈവത്തിന്റെ വേലയാണ്. ഈ വേല ഏൽപ്പിച്ചത് ദൈവമാണ്. ഇതിനകത്തുള്ള ദൈവവേലക്കാർ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ. ദൈവം ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി, ദൈവം ഏൽപ്പിക്കുന്നത്, നമ്മൾ ചാടിക്കേറി ഏറ്റെടുക്കുന്നതല്ല. ദൈവം ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി വളരെ വിശ്വസ്തയോടെ നമ്മൾ ചെയ്താൽ ആ വിശ്വസ്തത കാണുന്ന ദൈവം നമ്മെ മാനിക്കും. അതിൽ യാതൊരു സംശയമില്ല. മാന്യത ഇവിടം കൊണ്ട് തീരുന്നില്ല. നിത്യതയുടെ തീരത്തിൽ കർത്താവ് നമ്മെ പ്രതിഫലം തന്ന് ആദരിക്കുകയും ചെയ്യും. അതാണ് മഹാദൈവത്തിന്റെ മറ്റൊരു വിശ്വസ്തത. ആകട്ടെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ജനം മത്സരികളായി തീർന്നപ്പോൾ 12 ഗോത്രങ്ങളിൽ വെച്ച് ലേവി ഗോത്രത്തിൽ വെച്ച് അഹരോന്യ കുടുംബം, ആ കുടുംബത്തിൽപ്പെട്ടവർക്കാണ്, അഹരോന്റെ കുടുംബത്തിലുള്ളവർക്കാണ് തലമുറയായി പൗരോഹിത്യം. അപ്പോൾ അത് ദൈവം തെളിയിക്കുവാൻ വേണ്ടി പദ്ധതി കിട്ടും. ദൈവം മോശയോട് പറഞ്ഞു, മോശെ, ഓരോ ഗോത്രത്തിനും ഓരോ വടി എന്ന രീതിയിൽ 12 വടി ശേഖരിക്കണം. 12 ഗോത്രത്തിൽ നിന്നും ഓരോ ഗോത്രത്തിന്റെ പേരെഴുതണം. അങ്ങനെ 12 വടി ഓരോ ഗോത്രത്തിന്റെ പേരെഴുതി. വാസ്തവത്തിൽ അഹരോന്റെ വടി തന്റെ പേരും എഴുതി. അങ്ങനെ 12 വടികളും ഇവിടെ വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവച്ചു, അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവച്ചു. എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ? ഇതിൽ ഏത് വടിയാണ് തളർക്കുന്നത്, ആ വടിയുടെ ഉടമസ്ഥനാണ് ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ തിരിച്ചറിയും. എന്താ സംഭവിച്ചെന്ന് അറിയാമോ? വടി അവിടെ കൊണ്ടുവച്ചു. അടുത്ത ദിവസം നോക്കിയപ്പോൾ അഹരോന്റെ വടി, ബാക്കി 12 വടിക്ക് ഒന്നും സംഭവിച്ചില്ല. അഹരോന്റെ വടി തളിർത്തു, അഹരോന്റെ വടി പൂത്തു, അഹരോന്റെ വടിയിൽ ബദാം ഫലം കായ്ച്ചു. തളിർക്കുകയും പൂക്കുകയും ഫലം കൊടുക്കുകയും ചെയ്തു. കേവലം ഒരു ഉണക്ക വടി ഒറ്റ ദിവസം കൊണ്ട് തളിർക്കുവാനും പൂക്കുവാനും ഫലം കായ്ക്കുവാനും കഴിഞ്ഞതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നത് ചോദിച്ചാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന്റെ കരവും ദൈവിക പദ്ധതിയും ഒരു വ്യക്തിയുടെ പിറകിലുണ്ടെങ്കിൽ എത്ര ഉണങ്ങിയതായാലും അത് ഒറ്റ ദിവസം കൊണ്ട് അതിനെ കിളിർപ്പിക്കുവാൻ, അതിനെ പുഷ്പിക്കുവാൻ, അതിലൂടെ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇങ്ങനെ ഈ കാരണത്താൽ ജനം മനസ്സിലാക്കി, വാസ്തവത്തിൽ സ്വർഗത്തിലെ ദൈവത്താൽ നിയമിക്കപ്പെട്ട വ്യക്തികളാണ് വാസ്തവത്തിൽ അഹരോനും കൂട്ടരും എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചു. ഓക്കെ. നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴും സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പ്രത്യേകാൽ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന കൂട്ടർക്കാണ്. ഓക്കെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. 4:11 അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, അവൻ ചിലരെ പ്രവാചകന്മാരായും, അവൻ ചിലരെ സുവിശേഷകന്മാരായും, അവൻ ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചു എന്നാണ്. എല്ലാവരും അല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും സുവിശേഷകന്മാരല്ല,
എല്ലാവരും ഇടയന്മാരല്ല, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരല്ല. അവൻ ആരാ? സ്വർഗത്തിലെ മഹാദൈവം ചിലരെ നിയമിച്ചിട്ടുണ്ട്. ആ നിയമിച്ചവർ ആ ദൗത്യം ചെയ്യണം, ഏൽപ്പിച്ചവർ ആ കാര്യം കൈകാര്യം ചെയ്യണം. അപ്പൊ ദൈവം ഏൽപ്പിക്കാത്തവർ ചെയ്താൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ അടിയുണ്ടാകും. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ദൈവം ഏൽപ്പിച്ചത് ഒരു കാരണത്താലും ഒഴിവ് പറഞ്ഞ് മാറാൻ പാടില്ല, നിർബന്ധമായി ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ നിങ്ങളോട് ഓർമ്മിപ്പിച്ചെന്ന് തോന്നുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുമ്പോൾ, ഒന്ന് സമയം, രണ്ട് അത് ആവർത്തന വിരസത. എങ്കിലും ഒറ്റവാക്കിൽ പറയാം, സത്യം പറഞ്ഞാൽ ഈ ഉപദേശി പണി ഒട്ടും ഇഷ്ടപ്പെട്ട കഥാപാത്രമല്ല ഞാൻ. അതിന്റെ കാരണങ്ങൾ പലതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇതുപോലെ കൊച്ചും പ്രായത്ത് കഷ്ടത അനുഭവിച്ചിട്ടില്ല. ഒന്ന്. രണ്ട്, ആക്ഷേപങ്ങളും നിന്ദകളും. ഇത് ജീവിതത്തിൽ ഇല്ലാത്ത ദിവസമില്ല. പഠിക്കുന്ന സ്കൂളിൽ ആക്ഷേപം, സമൂഹത്തിൽ ആക്ഷേപം. കാരണം അന്ന് പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ ഒറ്റ ഫാമിലിയേ ഉള്ളൂ, ചുറ്റുപാട് സഭകൾ പോലുമില്ല. നേരെ മറിച്ച് ഇന്ന് സഭകളുടെ പൂരം. ഞാൻ ഓർത്ത് എന്റെ പഞ്ചായത്തിൽ ഞങ്ങളുടെ ദേശത്താണ് ഏറ്റവും കൂടുതൽ ചർച്ച വന്നത്. അപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പാസ്റ്റർ പറഞ്ഞു, എന്റെ സാറേ, ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു നിവൃത്തിയില്ല, കയ്യും കാലും വയ്ക്കുന്നിടത്ത് മൊത്തം സഭകളാണ്. പണ്ട് അങ്ങനല്ല. ദൈവസഭ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിനകത്ത് പോലും ഒന്നും കാണത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് വേർപെട്ട കൂട്ടായ്മയ്ക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ, ആക്ഷേപങ്ങൾ, കഷ്ടപ്പാടുകൾ, ഇതെല്ലാം കണ്ടിട്ട് ഈ പണി വേണ്ട എന്ന് മനസ്സുകൊണ്ട് അങ്ങേയറ്റം ശപഥം ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം പേർ ചൊല്ലി വിളിച്ച് വേർതിരിച്ച് നിയമിച്ചു. അതുകൊണ്ട് ഈ ദൗത്യം വിശ്വസ്തയോട് ചെയ്തേ പറ്റത്തുള്ളൂ. അവൻ എല്ലാവരെയും വിളിച്ചില്ല, ചിലരെ വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വളരെ ശ്രദ്ധിക്കണം. ദൈവിക നിയോഗത്താൽ ദൈവം നമ്മെ തന്റെ പദ്ധതിക്ക് വേണ്ടി വിളിച്ചാൽ ആ വിളിയുടെ മുമ്പിൽ സമർപ്പിച്ചേ പറ്റത്തുള്ളൂ. ആ വിളിക്കൊത്തവണ്ണം നമ്മൾ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി ഈ 3 വസ്തുക്കളും ഈ പെട്ടകത്തിന്റെ അകത്തുണ്ട്. ഏതൊക്കെയാ? ഒന്ന്, മന്നയിട്ട് വെച്ച 10 കൽപ്പനകൾ എഴുതിയ 2 കൽപ്പലകകൾ. 2, മന്നയിട്ട് വെച്ച പൊൻപാത്രം. 3, അഹരോന്റെ തളിർത്ത വടി. ഈ 3 സാധനങ്ങളും ഈ പെട്ടകത്തിനകത്തുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ പെട്ടകം കൊണ്ട് എവിടെ പോയാലും അവിടെ വിജയമാണ്. ഈ പെട്ടകം കൊണ്ട് എവിടെ ചെന്നാലും അവിടെ വിടുതലാണ്. ഈ പെട്ടകം കൊണ്ട് നമ്മൾ എവിടെ പോയാലും അവിടെ അത്ഭുതമാണ്. അതിന് കുറെ തെളിവുകളുണ്ട് കേട്ടോ. ഒന്ന്, ഈ പെട്ടകം പിടിച്ചുകൊണ്ട് പുരോഹിതന്മാർ യോർദാനിൽ കാല് വെച്ചപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്കങ്ങ് നിന്നു. കണ്ടോ അത്ഭുതം? ഈ പെട്ടകം പിടിച്ച പുരോഹിതന്മാരുടെ കാല് യോർദാനിൽ പതിഞ്ഞപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ഒഴുകി വന്ന വെള്ളം ചിറ പോലെ ഉയർന്നു കെട്ടി നിന്നു. താഴോട്ടുള്ള വെള്ളം ഒഴുകിപ്പോയി. ഇതാണ് ഈ പെട്ടകത്തിന്റെ സവിശേഷത. ഈ പെട്ടകവും പിടിച്ചും കൊണ്ട് യെരിഹോ മതിലിന് ചുറ്റും അവർ നടന്നു. എന്താ സംഭവിച്ചത്? ലോകത്തിൽ അറിയപ്പെട്ട ഒരു വൻമതിലായിരുന്നു ജെരിഹോ മതില്. ആ യെരിഹോ മതിൽ നിലം പൊത്തുവാൻ കാരണം ഈ പെട്ടകമാണ്. പെട്ടകം പിടിക്കേണ്ടവർ വ്യവസ്ഥയോടെ പിടിച്ച് അതിന് ചുറ്റും നടന്നപ്പോൾ ഒരു കാരണത്താലും ഭൂകമ്പം സംഭവിച്ചാൽ പോലും ഇളകില്ല എന്ന് പറഞ്ഞ വൻമതിൽ അങ്ങ് ഇരുന്നു പോയെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏൽപ്പിച്ച പെട്ടകം വിശ്വസ്തയോടെ പിടിച്ച് പരിപാവന ജീവിതം നയിച്ച് തിരുവെഴുത്തിനെ മുറുകെ പിടിച്ച് സഞ്ചരിച്ചാൽ നമ്മുടെ മുമ്പിൽ എത്ര പടുകുറ്റൻ വൻമതിലുകൾ തല ഉയർത്തി നിന്നാലും അത് പിന്നെ കാണാൻ പറ്റാത്ത വിധം ഭൂമുഖത്ത് അങ്ങ് ഇരുന്നു പോകും. അതാ ദൈവത്തിന്റെ പ്രവൃത്തി. പക്ഷേ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണേ. ഒരു സുപ്രഭാതത്തിലുണ്ടല്ലോ, ഈ പെട്ടകം വച്ച് കളിക്കാൻ വേണ്ടി 2 കഥാപാത്രങ്ങൾ ശ്രമിച്ചു. ആ 2 കഥാപാത്രങ്ങൾ ആരെന്നറിയണ്ടേ? ഒരു പേരുകേട്ട സെൻട്രൽ പാസ്റ്ററുടെ മക്കളാ. സെൻട്രൽ പാസ്റ്ററുടെ പേരറിയണ്ടേ? സെൻട്രൽ പാസ്റ്ററുടെ പേരാണ് ഏലി. ഏലി ലെമ്മ ശബത്താനി അല്ല, തെറ്റിദ്ധരിക്കരുത്. ഏലി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ പഴയ നിയമത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 പിള്ളേരെ കൊടുത്തു, ഹൊപ്നിയും ഫിനഹാസും. അവർ 2 പേരും ഉപദേശിമാരാണ്. ഞാൻ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പ്രാഗൽഭ്യമുണ്ട്. കാരണം ഞാനും നീണ്ട 40 കൊല്ലം കർത്തൃവേലയിൽ വിശ്വസ്തയോടെ അധ്വാനിച്ച് നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു കർത്തൃദാസന്റെ മകനാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്ര ആധികാരികമായി പറയുന്നത്. ദൈവദാസന്റെ മകൻ എന്ന രീതിയിൽ ഏതെങ്കിലും വിധത്തിൽ ചെയ്താൽ പറ്റത്തില്ല. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ആര് ലംഘിച്ചാലും കനത്ത ശിക്ഷ കിട്ടിയിരിക്കും. ഓൾറൈറ്റ്. അപ്പോൾ ഈ പെട്ടകത്തിന്റെ ഒരു പ്രത്യേകത,
ഈ പെട്ടകം യുദ്ധക്കളത്തിൽ കൊണ്ടുപോയാൽ യുദ്ധത്തിൽ പോലും വിജയം കിട്ടുമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പോൾ ഫെലിസ്ത്യരുമായുള്ള യുദ്ധം പടമുറുകിയപ്പോൾ യുദ്ധത്തിൽ ഇസ്രായേലിയർ തോറ്റുപോയി. ഇസ്രായേൽ തോറ്റെന്ന് മാത്രമല്ല, യുദ്ധസന്നദ്ധരായ 4000 എണ്ണം പട്ടുപോയി. 4000 എണ്ണം പട്ടപ്പുറത്തേക്കും ഏലിയുടെ മക്കളായ പുരോഹിതന്മാർ ഹൊഫ്നിയും ഫിനെഹാസും ചിന്തിച്ചത്, ഇനി നിയമപ്പെട്ടകം കൊണ്ടുവന്നാൽ ഇത് മുഖാന്തരം നമുക്കൊരു വിജയം കിട്ടുമെന്നാണ് അവർ ചിന്തിച്ചത്. വാസ്തവത്തിൽ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? നിയമപ്പെട്ടകം കൊണ്ടുവരുവാൻ വേണ്ടി പറഞ്ഞു. യഹോവയുടെ പെട്ടകം ചുമന്നു കൊണ്ടുവന്നു. പെട്ടകം കൊണ്ടുവന്നപ്പോൾ എന്താ സംഭവിച്ചത്? പെട്ടകത്തിലൂടെ നടക്കേണ്ട അത്ഭുതത്തിന് പകരം അവിടെ നടന്നത് സാക്ഷാൽ ന്യായവിധിയാണ്. അതിന് കാരണങ്ങളുണ്ട്. ഈ പെട്ടകം പിടിച്ച പുരോഹിതന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും നാളുകളായി ദൈവ വഴി വിട്ട് സഞ്ചരിക്കുന്നവരാ. ഓൾ റൈറ്റ്. ഇനി പുരോഹിതന്മാരായ ഹൊഫ്നിയുടെയും ഫിനെഹാസിന്റെയും പിതാവെന്നറിയപ്പെടുന്ന മഹാപുരോഹിതനായ ഏലിയാകട്ടെ, ഏലി ദൈവിക ദർശനമെല്ലാം നഷ്ടപ്പെട്ടവനായിരിക്കുകയാണ്. ദൈവമായുള്ള ബന്ധമില്ല, ദൈവം ഇടപെടുന്നില്ല. അപ്പോൾ ദൈവത്തിന് ഇടപെടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ സ്ഥാനത്ത് ദൈവം വേറൊരുവനെ, വിശ്വസ്ത ബാലനെ, ശമൂവേലിനെ ദൈവം തെരഞ്ഞെടുക്കുന്നതും ദൈവം ഇടപെടുന്നതും. അപ്പോൾ ഏലിക്ക് ദൈവിക ദർശനം നഷ്ടപ്പെട്ടു. 2 സന്താന പരമ്പരകളായ ഹൊഫ്നിയും ഫിനെഹാസും അവർ രണ്ടുപേരും ദൈവ വഴി വിട്ട് അബദ്ധസഞ്ചാരങ്ങൾ. അപ്പോൾ ദൈവ വഴി വിട്ട് ആര് സഞ്ചരിച്ചാലും സ്വർഗത്തിലെ ദൈവം അബദ്ധസഞ്ചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവനല്ല. വഴിവിട്ട ജീവിതം നയിച്ചാൽ, പ്രമാണം വിട്ട ജീവിതം നയിച്ചാൽ ദൈവം നൽകുന്നത് കനത്ത ശിക്ഷയാണ്. അപ്പോൾ പ്രമാണം നഷ്ടപ്പെട്ടവൻ, വ്യവസ്ഥ ഇല്ലാത്തവൻ, വഴിവിട്ട് സഞ്ചരിച്ചവൻ നിയമപ്പെട്ടകം പിടിച്ചുകൊണ്ട് വന്നപ്പോൾ യുദ്ധത്തിൽ വൻ വിജയം കരസ്ഥമാക്കേണ്ട സ്ഥാനത്ത് പെട്ടകം ശത്രുക്കൾ പിടിച്ചെടുത്തോണ്ടങ്ങ് പോയി. ഫിലിസ്ത്യർ പെട്ടകം പിടിച്ചെടുത്തോണ്ട് പോയി. 2 ആ യുദ്ധത്തിൽ ഈ 2 ഉപദേശിമാരും, അതായത് പുരോഹിതന്മാരും വെട്ടേറ്റ് വീണു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. ഓൾ റൈറ്റ്. ഹൊഫ്നിയും ഫിനെഹാസും. ഹൊഫ്നിയുടെയും ഫിനെഹാസിന്റെയും പേരുകൾക്ക് അർത്ഥം വളരെ കൃത്യമായി കൊടുത്തിരിക്കുന്നു. ഈ 2 പേരുകളുടെ അർത്ഥം നല്ല രസമാണ് കേൾക്കാൻ. ഹൊഫ്നിയുടെ പേര്, ഹൊഫ്നി എന്ന വാക്കിനർത്ഥം മർക്കടമുഷ്ടി എന്നാണ്. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. മർക്കടമുഷ്ടി. അപ്പൻ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു, മക്കളെ, നിങ്ങളെക്കുറിച്ച് ഇന്നിന്ന പ്രകാരമൊക്കെ ഞാൻ കേൾക്കുന്നു, അത് ശരിയല്ല, അങ്ങനെ പോകരുത്. എന്നിട്ട് അപ്പനൊരു വാണിംഗ് കൊടുത്തു. എടാ, മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവത്തോട് അപേക്ഷിക്കാം. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ ആരോട് അപേക്ഷിക്കാൻ പറ്റും? അപ്പൻ വാണിംഗ് കൊടുത്തിട്ട് പോലും, നിബന്ധന കൊടുത്തിട്ട് പോലും ഇവർ പാലിച്ചില്ല. പാലിക്കാതെയുള്ള അബദ്ധസഞ്ചാരം നടത്തിപ്പോയി. കാരണം ഹൊഫ്നി എന്ന വാക്കിന്റെ അർത്ഥം മർക്കടമുഷ്ടി എന്നാണ്. ഫിനെഹാസ് എന്ന വാക്കിനർത്ഥം വിടുവായൻ എന്നാണ്. വിടുവായൻ. ഓൾ റൈറ്റ്. അങ്ങനെ ഇവർ 2 പേരും യുദ്ധത്തിൽ പട്ടുപോയി. ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഈ വാർത്ത അറിഞ്ഞ തന്റെ പിതാവ് മഹാപുരോഹിതൻ ഏലിയാവും വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചുപോയി എന്നാണ് തിരുവെഴുത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പെട്ടകം വ്യവസ്ഥാനുസരണം വിശ്വസ്തയോടെ ഇത് പിടിച്ചാൽ ഇത് മുഖാന്തരം അനുഗ്രഹമാണ്. ഓക്കെ. അപ്പോൾ ഈ പെട്ടകത്തിൽ ന്യായപ്രമാണമുണ്ട്. ഈ പെട്ടകത്തിൽ അത്ഭുതത്തിന്റെ വടിയുണ്ട്. ഈ പെട്ടകത്തിൽ നീണ്ട 40ഓളം ആണ്ടുകൾ, അതായത് 4 പതിറ്റാണ്ടുകൾ ഇസ്രായേൽ ജനത്തെ പോറ്റി പുലർത്തിയ അതിമനോഹരമായ മന്ന ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇതിന്റെ മീതെയാണ് കൃപാസനം വെച്ചിരുന്നത്. ഈ കൃപാസനത്തിന്റെ മീതെയാണ് സ്വർഗത്തിലെ ദൈവം എഴുന്നള്ളി വാസം ചെയ്തിരുന്നത്. ചില സന്ദർഭങ്ങളിൽ ഈ പെട്ടകം മുൻപേ പോയ സന്ദർഭങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ചില സമയങ്ങളിൽ ഈ പെട്ടകം മുമ്പേ യാത്ര ചെയ്തിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലായി ഈ പെട്ടകം സ്ഥിതി ചെയ്യുമ്പോൾ നമ്മൾ മുൻ സ്ഥാനം നമ്മുടെ കർത്താവിന് ഏത് സമയത്തും കൊടുത്താൽ നമ്മുടെ സകല പ്രവൃത്തികളും അത് അനുഗ്രഹമായി തീരും എന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. യേശു പറഞ്ഞ ഒരു വസ്തുത നമ്മൾ തിരുവെഴുത്തിൽ കൂടെ കാണുന്നു. എന്താണ് യേശു പറഞ്ഞത്? ഒരുവൻ എന്നെ പിൻപറ്റുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ
അനുഗമിക്കേണ്ടവരാണ് നമ്മൾ. ക്രിസ്തുവിനെ നമ്മുടെ മുൻപിൽ പ്രതിഷ്ഠിക്കണം. ഓക്കെ, യേശുവിന്റെ പിന്നാലെ നമ്മൾ സഞ്ചരിക്കണം. എപ്പോഴും യേശു ക്രിസ്തുവായിരിക്കണം നമ്മുടെ മുൻപിൽ. ഓക്കെ, പണ്ട് ഒരു പെൺകുട്ടി ഒരു ഗാനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ദ ക്രോസ് ബിഫോർ മീ, ദ വേൾഡ് ബിഹൈൻഡ് മീ. ക്രൂശ് എന്റെ മുൻപിൽ, ലോകം എന്റെ പിൻപിൽ എന്നാണ്. ഒരു കാരണത്താലും നമ്മുടെ കർത്താവിനെ പിന്നിലാക്കരുത്, കർത്താവിനെ മുന്നിലാക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ കുറിച്ച്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. നമ്മുടെ കർത്താവാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാം എല്ലാം. ആ യേശുവിനെ നോക്കിക്കൊണ്ട് അവസാനം വരെ യാത്ര നമ്മൾ ചെയ്താൽ, തുടർന്നാൽ, നമ്മുടെ യാത്രാ മധ്യേ പരാജയത്തിന് ഇടമില്ല. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും യാത്രയിലുണ്ട്, പക്ഷെങ്കിൽ അതിനെല്ലാം തരണം ചെയ്ത് വിജയം കരസ്ഥമാക്കുവാൻ കഴിയും. കാരണം നമ്മുടെ കർത്താവിനെ പോലെ വിശുദ്ധനായിട്ട് വേറെ ഒരുത്തനുമില്ല. എബ്രായ ലേഖനത്തിന്റെ 7-ാം അധ്യായം 26-ാം വാക്യം നമുക്ക് വളരെ പരിചിതമാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്: പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ഈ പരിശുദ്ധനായ കർത്താവിന്റെ വാക്കുകൾ കേട്ടനുസരിച്ച് ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നൽകുന്ന അവസാന നിമിഷം വരെയും വിശ്വസ്ത ജീവിതം നയിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരുപോലെ കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ഉപകരണമാണ് ആദ്യമായി ഉണ്ടാക്കാൻ കൽപ്പന കൊടുത്തതും ഈ ഒരൊറ്റ ഉപകരണമാണ് അതിവിശുദ്ധ സ്ഥലത്ത് വെക്കപ്പെട്ടത്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരു ദിവസം മഹാപുരോഹിതന് മാത്രം പോകാൻ അനുമതി. വേറെ ആർക്കും കയറാൻ അധികാരമില്ല, അനുവാദമില്ല. ആരെങ്കിലും കയറിയാൽ ശിക്ഷ മരണമാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ പെട്ടകം ഇരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതനായ അഹരോൻ വർഷത്തിൽ, മഹാപുരോഹിതനായ അഹരോൻ വർഷത്തിൽ ഒരു ദിവസം, ഒന്നിലധികം പ്രാവശ്യം ഒരു ദിവസം കയറി ചെല്ലും. സ്വന്തം പാപത്തിനും ജനത്തിന്റെ പാപത്തിനും പരിഹാരം വരുവാൻ വേണ്ടി മൃഗത്തിന്റെ രക്തവുമായിട്ട് അകത്തോട്ട് കയറും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ആ അതിവിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്ന ആ വിശുദ്ധ സ്ഥലത്ത് ഒരു വിളക്കില്ല, വിളക്കേ ഇല്ല. വിശുദ്ധ സ്ഥലത്ത് വിളക്കുണ്ട്, അതിവിശുദ്ധ സ്ഥലത്ത് വിളക്കില്ല. പ്രാകാരത്ത് വിളക്കിന്റെ ആവശ്യമില്ല, കാരണം പ്രാകാരം തുറന്നു കിടക്കുന്ന ഒരു മുറ്റമാണ്, സൂര്യപ്രകാശം കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? വിശുദ്ധ സ്ഥലത്ത് കവർ വിളക്കുണ്ട്, പക്ഷെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്ത് വിളക്കേ ഇല്ല. സൂര്യപ്രകാശം കയറാൻ ഒരു വെന്റിലേഷൻ പോലുമില്ല, ഒരു ജനാല പോലുമില്ല. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ കയറി ചെല്ലാൻ പറ്റും? അവിടെയാണ് വിഷയം. ശ്രദ്ധിക്കണം, ഈ അതിവിശുദ്ധ സ്ഥലത്ത് വിളക്കില്ല, ജനാലയില്ല, പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ഡോർ അങ്ങനെ ഇല്ല. വിശുദ്ധ സ്ഥലം വഴി അല്ലാതെ കയറാൻ മറ്റൊരു മാർഗമില്ല. പക്ഷെങ്കിൽ അവിടെ ചെല്ലുന്ന അഹരോന് സകല കാര്യവും വളരെ കൃത്യമായി കാണത്തക്ക വിധത്തിൽ പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കും. എന്താണ് ഈ പ്രകാശം? ഈ പ്രകാശമാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ സാക്ഷാൽ ഷെക്കേന അല്ലെങ്കിൽ തേജസ്. വിശുദ്ധമായ സ്ഥലമായതുകൊണ്ട്, അശുദ്ധിക്ക് ഒരു ഇടവും ഇല്ലാത്തത് കൊണ്ട്, രാവും പകലും തിരിച്ചറിയുവാൻ പറ്റാത്ത വിധം ദൈവിക ശോഭ കൊണ്ട്, ദൈവിക തേജസ്സും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഈ അതിവിശുദ്ധ സ്ഥലം. ഈ വിശുദ്ധ സ്ഥലത്താണ് വർഷത്തിൽ ഒരു ദിവസം മഹാപുരോഹിതനായ അഹരോൻ കയറി ചെന്ന് അവിടെ ജനത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് മടങ്ങി വരുന്നത്. ഇനി എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്ന ഒരു വാക്കുകൂടെ സൂചിപ്പിച്ചുകൊണ്ട്, വർഷത്തിൽ ഒരു പെരുന്നാള്, ആ പെരുന്നാളിന്റെ പേര്, വർഷത്തിൽ ഒരു പെരുന്നാള്, ആ പെരുന്നാളിന്റെ പേരാണ് മഹാപാപ പരിഹാര പെരുന്നാൾ. 6ാമത്തെ പെരുന്നാളാണ്. ഒഫീഷ്യലായിട്ട് 7 പെരുന്നാളാണ് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ 6ാമത്തെ പെരുന്നാളാണ് മഹാപാപ പരിഹാര പെരുന്നാൾ. ആ പെരുന്നാളിന്റെ അന്നാണ് മഹാപുരോഹിതൻ മൃഗത്തിന്റെ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നത്. ഒരു വർഷം മുഴുവൻ ചെയ്ത പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി. 12 മാസമുണ്ടല്ലോ, എബ്രായ മാസം, അതില്
7ാമത്തെ മാസമാകുന്ന ഏതാനി മാസം 10-ാം തീയതി ആണ് ഈ ഉത്സവം. ആ ഉത്സവത്തിന്റെ പേര് മഹാപാപ പരിഹാര പെരുന്നാൾ എന്നാണ്. ആ മഹാപാപ പരിഹാര നാളിലാണ് മഹാപുരോഹിതനായ അഹരോൻ അതിവിശുദ്ധ സ്ഥലത്ത് ചെന്ന് ജനത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് കടന്നു വരുന്നത്. അങ്ങനെ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് രക്തം ആ സാക്ഷ്യപ്പെട്ടകത്തിലും കൃപാസനത്തിലും തളിച്ചിട്ട് പരിഹാരം വരുത്തി തിരിച്ചു വരുമ്പോൾ ജനം തമ്പടിച്ച് ആലയത്തിന്റെ മുൻപിൽ ആ പാളയത്തിൽ ഇങ്ങനെ കാത്തു കിടക്കും. ഞങ്ങളുടെ പുരോഹിതൻ ഞങ്ങൾക്ക് വേണ്ടി പരിഹാരം വരുത്തുവാൻ വേണ്ടി കയറി ചെന്നു. ഇനി എത്ര വേഗത്തിൽ ഞങ്ങളുടെ പുരോഹിതൻ വരുമെന്ന്. ഇത് തന്നെയാണ് പ്രിയരെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ചെയ്തത്. സർവ്വലോകത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ കയറി ചെന്നു. ആ ക്രിസ്തു ഇനി എത്രയും വേഗത്ത് മടങ്ങി വരും. ഇതാണ് ദൈവജനമാകുന്ന നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. നമ്മുടെ പുരോഹിതൻ അവൻ എത്രയും വേഗത്ത് വരും. അവൻ മാത്രമാണ് സാക്ഷാൽ മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള മഹാപുരോഹിതൻ. ആ പുരോഹിതന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു. നമുക്ക് നോക്കി പാർക്കാം. ആ പുരോഹിതൻ എത്രയും വേഗത്ത് വരും. ലേഖകൻ പറയുന്നു, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ചിട്ട് അവൻ ദീർഘക്ഷമ കാണിക്കുക അത്രയേ ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് വരാറായി. ആ പ്രാണപ്രിയന്റെ വരവിനായി ഒരുങ്ങാം. വിശുദ്ധി കാത്തു സൂക്ഷിക്കാം. അവരെത്രയും വേഗത്തിൽ മേഘത്തിൽ എഴുന്നള്ളും. അവന്റെ എഴുന്നള്ളത്തായിരിക്കട്ടെ നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ വണ്ണം ശിഷ്ടായുസ് മുഴുവനും, ദൈവം തന്നിരിക്കുന്ന ആയുസ് മുഴുവനും വിശ്വസ്തയോടുകൂടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. അവന്റെ പിന്നാലെ നമുക്ക് സഞ്ചരിക്കാം. അതിനായി ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്നുള്ള പ്രത്യേക വാക്കുകളോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.